ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, നാരായണ. शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्तेष्वभिज्ञस्वराड् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा दाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्म प्रोज्झित कैतवोऽत्र परमो निर्मत्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तल्क्षणात्। निगमकल्पतरोर्गलितं बलं सुगमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेदि तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षतां तमोन्दं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः। देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्ययिमा पुरो विभुः निर्माय शेते यदमूषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये।
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരി ഓം. എല്ലാവർക്കും ഹനുമൽ ജയന്തി ആശംസകളും. ഹനുമാൻ സ്വാമിക്ക് രണ്ട് തരത്തിൽ ജയന്തി കൊണ്ടാടും. വൈഷ്ണവർക്ക് ഇന്നാണ്. വൈഷ്ണവര് ഹനുമൽ ജയന്തി കൊണ്ടാടുന്നത് മാർഗഴി മാസം അഥവാ മാർഗശീർഷ മാസം, ധനുമാസം, മൂലം നക്ഷത്രം. ഇതാണ് അവരുടെ കണക്ക്. മറ്റൊരു കണക്കിൽ വൈശാഖ മാസത്തിൽ ഹനുമൽ ജയന്തി കൊണ്ടാടുന്നത് വടക്കേ ഇന്ത്യയിലൊക്കെ. അങ്ങനെ രണ്ട് കണക്കിലാണ് ഹനുമൽ ജയന്തി രണ്ട് പ്രാവശ്യമായിട്ട് കലണ്ടറിൽ ചിലപ്പോൾ കണ്ടുന്നു വരും. അതൊന്ന് വൈഷ്ണവ പക്ഷം, ഒന്ന് ബാക്കി എല്ലാവരും സാമാന്യമായിട്ട് വടക്കേ ഇന്ത്യയിലൊക്കെ ഹനുമൽ ജയന്തി ആഘോഷിക്കുന്നു. അപ്പോൾ ഇന്ന് തമിഴ്നാട്ടിലും കേരളത്തിലെ വൈഷ്ണവ ആഞ്ജനേയ ക്ഷേത്രങ്ങളിലും മറ്റ് ആന്ധ്രയിലും കർണാടകയിലൊക്കെയുള്ള വൈഷ്ണവരുടെ ഹനുമൽ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വിശേഷമായിട്ടുള്ള ദിവസമാണ് ധനുമാസത്തിലെ മൂലനക്ഷത്രം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഹനുമൽ ജയന്തി ആശംസകൾ. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ കേരളം കണ്ട മഹാനായിട്ടുള്ള മന്നത്ത് പത്മനാഭൻ്റെ ജയന്തിയും ആചരിക്കുന്നു. അദ്ദേഹത്തിന് നമ്മുടെയൊക്കെ നമോവാകം. ശ്രീനാരായണ ഗുരുദേവനോടൊപ്പം കേരളത്തിൻ്റെ ഒരു നവോത്ഥാന നായകനായി കേരളത്തിലെ നായർ സമുദായത്തെ ഏകോപിപ്പിച്ച് ഒരു ഐക്യം കൊണ്ടുവന്നതും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പല സ്ഥാപനങ്ങൾ തുടങ്ങിയതുമൊക്കെ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വഴി വിട്ടിട്ടാണ് ഇപ്പോഴത്തെ NSS നേതൃത്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മിക്കവാറും എല്ലാ പ്രസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്. നാരായണ ഗുരുദേവൻ എന്തുദ്ദേശിച്ച് തുടങ്ങിയോ അവിടുന്ന് വളരെ വഴിമാറിപ്പോയി SNDP. മന്നത്ത് പത്മനാഭൻ എന്തുദ്ദേശിച്ച് NSS തുടങ്ങിയോ അവിടുന്ന് വഴിതെറ്റിപ്പോയി NSS. ഇങ്ങനെ ഓരോ പ്രസ്ഥാനങ്ങളും അതിൻ്റെ തുടക്കക്കാരായിട്ടുള്ള ആചാര്യന്മാർ എന്തുദ്ദേശിച്ചോ അതിൽ നിന്നൊക്കെ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. അതിനെ തിരുത്താനുള്ള ശക്തിയായിട്ട് ബാക്കിയുള്ളവർ പ്രവർത്തിക്കണം. അപ്പോഴേ ശരിയാവുള്ളൂ. NSSൻ്റെ ഉദ്ഘാടനം ചെയ്തത് തന്നെ നാരായണ ഗുരുദേവനാണ്. ദീപപ്രോജ്വലനം ചെയ്ത് NSS എന്ന പ്രസ്ഥാനത്തെ ഉദ്ഘാടനം ചെയ്തത് നാരായണ ഗുരുദേവനാണ്. അതുപോലെ നാരായണ ഗുരുദേവൻ തുടങ്ങിവെച്ച SNDPയിൽ അന്ന് ഏറ്റവും അധികം അംഗങ്ങൾ ഉണ്ടായിരുന്നത് നായർമാരും പിള്ളമാരുമായിരുന്നു. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിരോധാഭാസം. നാരായണ ഗുരുദേവൻ തുടങ്ങിവെച്ച SNDPയിൽ സ്ഥാപക അംഗങ്ങളായിട്ടുണ്ടായിരുന്നവരിൽ നല്ലൊരു ശതമാനം ഹിന്ദു നായന്മാരായിട്ടുള്ള പിള്ളമാരായിരുന്നു കൂടുതലും.
അത് അന്വേഷിച്ചാൽ, അതിൻ്റെ ചരിത്രമൊക്കെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയത്? ഹിന്ദുക്കളുടെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ജാതികളുടെ മാത്രമല്ല ഉദ്ദേശിച്ചത്. അവർ ഏതെങ്കിലും ഒരു പ്രത്യേക വകുപ്പുകളുടെ, ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആ ജാതീയമായിട്ടുള്ള ഉന്നമനം മാത്രമല്ല അവർ ഉദ്ദേശിച്ചത്. മൊത്തത്തിൽ ഹിന്ദു ഐക്യമാണ് അവരെല്ലാം, മന്നത്ത് പത്മനാഭനും നാരായണ ഗുരുദേവനും ഉദ്ദേശിച്ചത്. പക്ഷേ സ്വാർത്ഥരായിട്ടുള്ള അഭിനവ നേതാക്കന്മാർ, ഇന്ന് അഭിനവ ഗുരുദേവനേക്കാൾ വലിയ ആളായിട്ട് ചമയുന്ന വെള്ളാപ്പള്ളിയും, അതുപോലെ ഇന്ന് മന്നത്തിനേക്കാൾ വലുതായിരിക്കുന്ന സുകുമാരൻ നായരും ഒക്കെ കൂടി അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ പ്രസ്ഥാനങ്ങളെ ഉപയോഗിച്ച് ഈ പറഞ്ഞ സമുദായങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ലാതായിപ്പോയി. സമുദായങ്ങൾക്കും ഗുണമില്ല, ഹിന്ദു ഐക്യത്തെയും തുരങ്കം വയ്ക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടി ചെയ്തത് എന്നാണ് ഇവർ അവരുടെ പൂർവികരായ ആചാര്യന്മാരുടെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പോകുന്നത്. അന്നേ ഈ കേരളം തന്നെ നന്നാവാൻ പോകുന്നുള്ളൂ. അവരുടെ പൂർവികരുടെ ആദർശങ്ങൾ, ആശയങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്നിവർ പ്രവർത്തിക്കുന്നുവോ അന്നേ കേരളത്തിൽ ഈ ഹൈന്ദവ ഐക്യവും അതുപോലെ തന്നെ ഇവരുടെ ഈ സമുദായത്തിൻ്റെ മുന്നേറ്റവും ഉണ്ടാവുള്ളൂ. ഇത് കുറച്ച് ഏതാനും വ്യക്തികളുടെ പോക്കറ്റിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക്, അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കുറച്ച് സ്ഥാനമാനങ്ങളും കാര്യങ്ങളുമൊക്കെ അവർ നേടിയെടുക്കുന്നുണ്ട്. കുറച്ചല്ല, മൊത്തത്തിൽ കോടിക്കണക്കിന് ലാഭം അവർക്കാണുള്ളത്. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരൊക്കെ SNDPയെ ശരിക്കും അതിൻ്റെ വളർച്ച മുരടിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് അകറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക, അന്വേഷിക്കുക. ഇരിക്കട്ടെ, സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇന്ന് ആ മഹാനായ മന്നത്ത് പത്മനാഭൻ്റെ ജയന്തി ദിവസമാണ്. നമുക്ക് ആ മഹാനെ നമസ്കരിക്കാം. കേരളത്തിൻ്റെ നന്മയെ മുന്നിൽ കണ്ട് ത്യാഗം ചെയ്ത ആ മഹാപുരുഷന്മാരുടെ മുമ്പിൽ നമുക്ക് നമസ്കരിക്കാം. നാരായണ. പിന്നെ നമ്മുടെ റെഗുലർ ക്ലാസ്സിലുള്ള ചില അമ്മമാരുടെയൊക്കെ സപ്തതി പിറന്നാളൊക്കെ ഉണ്ടെന്ന്, അതിനും എൻ്റെ പ്രത്യേകമായിട്ടുള്ള ആശംസ. പത്മിനി നമ്പ്യാർ ഇവിടെ ഇടയിൽ ആദ്യം കണ്ടിരുന്നു നമ്മൾ, കാസർഗോഡ് ജില്ല അല്ലെങ്കിൽ കണ്ണൂർ ബോർഡറിൽ ചെറുവത്തൂർ. അവരുടെ ഇന്ന് സപ്തതി പിറന്നാളാണ്. രാവിലെ ഞാൻ ആശംസിച്ചിരുന്നു. അവർക്കൊരിക്കൽ കൂടെ നിങ്ങളുടെയൊക്കെ പേരിൽ നമ്മുടെ സമ്പൂർണ്ണമായിട്ടുള്ള ആശംസകൾ നേരുന്നു. ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം അവർക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് വേറെ ആരൊക്കെ പിറന്നാളുണ്ടെന്ന് എനിക്കറിയില്ല. അവർ പ്രത്യേകം നമ്മളോട് കണ്ണൂർ വന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഓർമ്മയുണ്ട്. അതുപോലെ ഇന്ന് സ്വാമിക്ക് വേറൊരു അമ്മയുടെ, പ്രായമുള്ള ഒരു അമ്മയുടെ 90-ാം പിറന്നാളിൽ പങ്കെടുക്കണം. അവർ പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൊന്നും വരുന്നവരല്ല, അവിടെ പാലക്കാടുള്ള ഒരമ്മയുടെയാണ് 90-ാം നവതി പിറന്നാളിന് അവരുടെ അനുഗ്രഹത്തിനായിക്കൊണ്ടും അതിൽ പങ്കെടുക്കാനായിക്കൊണ്ടും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിന്ന് നേരത്തെ ആക്കിയത് ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. നിങ്ങൾക്കെല്ലാം നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നാരായണ. നാരായണ. അപ്പോൾ നമുക്ക് ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ തൃതീയ സ്കന്ധത്തിലെ 20-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം.
20-ാം അധ്യായം നമ്മൾ 18-ാം ശ്ലോകം വരെ ഇന്നലെ കണ്ടു. തുടർന്ന് കാണാം, ഒന്ന് വായിക്കാം ആദ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. അഥ ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ 20-തമോऽധ്യായः. ശൗനക ഉവാച. മഹീം പ്രതിഷ്ഠാമദ്യസ്യ സൗതേ സ്വയംഭുവോ മനുഃ കാന്യന്വതിഷ്ഠദ്വാരാണി മാർഗായ അവരജന്മനാം. ക്ഷപ്താ മഹാഭാഗവതഃ കൃഷ്ണസ്യൈകാന്തികസുഹൃദ് യസ്തത്യാജ അഗ്രജം കൃഷ്ണേ സാപത്യം അഗവാനിതി. ദ്വൈപായനാദനവരോ മഹിത്വേ തസ്യ ദേഹജഃ സർവാത്മനാശ്രിതകൃഷ്ണം തൽപരാംശ്ചാപി അനുവ്രതഃ. കിമന്വപൃച്ഛന്മൈത്രേയം വിരജാസ്തീർത്ഥസേവയാ ഉപഗമ്യ കുശാവർത്തേ ആസീനം തത്വവിത്തമം. തയോ സംവദതോ സൂത പ്രവൃത്താ ഹ്യമലാകദാഃ ആപോഗാംഗ ഇവാഗ്നിഃ ഹരേഃ പാദാംബുജാശ്രയാഃ. താന കീർത്തയ ഭദ്രം തേ കീർത്തന്യോദാരകർമ്മണഃ രസജ്ഞക്കോനു തൃപ്യേത ഹരിലീലാമൃതം പിബൻ. ഏവം ഉഗ്രസ്രവാ പൃഷ്ടഃ ഋഷിഭിർനൈമിഷായനൈഃ ഭഗവത്യർപ്പിതാധ്യാത്മഃ താനാഃ ശ്രൂയതാം ഇതി. സൂത ഉവാച. ഹരേർധൃതക്രോഡതനോസ്വമായയാ നിശമ്യ ഘോരുദ്ധരണം രസാതലാത് ലീലാം ഹിരണ്യാക്ഷമവജ്ഞയാ ഹതം സഞ്ജാതഹർഷോ മുനിമാഹ ഭാരതഃ. വിദുര ഉവാച. പ്രജാപതിപതി സൃഷ്ട്വാ പ്രജാസർഗേ പ്രജാപതീൻ കിമാരഭത മേ ബ്രഹ്മൻ പ്രബ്രൂഹി അവ്യക്തമാർഗവിത്. യേ മരീച്യാദയോ വിപ്രാഹ യസ്തു സ്വയംഭുവോ മനുഃ തേ വൈ ബ്രഹ്മണ ആദേശാത് കഥമേതദ് അഭാവയൻ. സദ്വിതീയാ കിമസൃജൻ സ്വതന്ത്ര ഉദ കർമ്മസു ആഹോസ്വിത് സംഹദാ സർവേ ഇദം സ്മസ്സമകൽപ്പയൻ. മൈത്രേയ ഉവാച. ദൈവേന ദുർവിതർക്യേണ പരേണ നിമിഷേണ ച ജാതക്ഷോഭാത് ഭഗവതോ മഹാനാസീത് ഗുണത്രയാത്. രജഃ പ്രധാനാത് മഹദഃ ത്രിലിംഗോ ദൈവചോദിതാത് ജാതഃ സസർജഭൂതാദിഃ വിയദാദീനി പഞ്ചശഃ. താനി ചൈകൈകശഃ സ്രഷ്ടും അസമർത്ഥാനി ഭൗതികം സംഹത്യ ദൈവയോഗേന ഹൈമമണ്ഡമവാസൃജൻ. സോऽശയിഷ്ടാബ്ദിസലിലേ അണ്ഡകോശോ നിരാത്മകഃ സാഗ്രം വൈ വർഷസാഹസ്രം അന്വവാൽസീത്തമീശ്വരഃ. തസ്യ നാഭേരഭൂത്പദ്മം സഹസ്രാർക്കോരുദീദിതി സർവജീവനികായൗകോ യത്ര സ്വയമഭൂത് സ്വരാട്. സോനുവിഷ്ടോ ഭഗവതാ യശ്യേദേ സലിലാശയേ ലോകസംസ്ഥാം യഥാ പൂർവം നിർമ്മമേ സംസ്ഥയാ സ്വയാ. സസർജച്ഛായയാ വിദ്യാം പഞ്ചപർവാണമഗ്രതഃ താമിശ്രം അന്ധതാമിശ്രം തമോ മോഹോ മഹാതമഃ. വിസസർജാത്മനഃ നാഭിനന്ദൻ തമോമയം ജഗൃഹുർയക്ഷരക്ഷാംസി രാത്രിം ക്ഷുത്രിത്സമുദ്ഭവാം. ക്ഷുത്രിഭ്യാം ഉപസൃഷ്ടാസ്തേതം ജഗ്ദും അഭിദുദ്രുവുഃ മാ രക്ഷതൈനം ജക്ഷദ്വം ഇത്യൂജുക്ഷുത്രുടർദിതാഃ. ദേവസ്ഥാനാഃ സംവിഘ്നോ മാം ജക്ഷത രക്ഷത അഹോ മേ യക്ഷരക്ഷാംസി പ്രജാ യൂയം ബഭൂവിത. ദേവതാ പ്രഭയായാ ദിവ്യൻ പ്രമുഖതോ സൃജത് തേ അഹാർഷുർദേവയന്തോ വിസൃഷ്ടാം താം പ്രഭാം അഹ. ദേവോ ദേവാൻ ജഗനതഃ സൃജതി സ്മാതി ലോലുപാൻ തയേനം ലോലുപതയാ മൈഥുനായാഭിപേദിരേ. തതോ ഹസൻസ് ഭഗവാൻ അസുരൈർനിരഭദ്രവൈഃ അന്മീയമാനസ്തരസാ ക്രുദ്ധോ ഭീതഃ പരാപതത്. സൗപവ്രജ്യ വരദം പ്രപന്നാർത്തിഹരം ഹരിം അനുഗ്രഹായ ഭക്താനാം അനുരൂപാത്മദർശനം. പാഹി മാം പരമാത്മൻ തേ പ്രേഷണേനാസൃജം പ്രജാഃ തായിമായ ഭിതും പാപ ഉപാക്രാമന്തി മാം പ്രഭോ. ത്വമേക കില ലോകാനാം ക്ലിഷ്ടാനാം ക്ലേശനാശനഃ
ത്വമേക ക്ലേശദസ്തേഷാം അനാസന്നപദാം തവ സോവധാര്യാസ്യ കാർപ്പണ്യം വിവിക്ത അധ്യാത്മദർശനഃ വിമുഞ്ച ആത്മതനും ഘോരാം ഇത്യുക്തോ വിമുമോചഃ താം ക്വണച്ചരണാംബോജാം മതവിഹ്വലലോചനാം കാഞ്ചീകലാപവിലസദ്ദുകൂലച്ഛന്നരോദസം അന്യോന്യശ്ലേഷയോത്തുംഗനിരന്തരപയോധരാം സുനാസാം സുദ്ദിജാം സ്നിഗ്ധഹാസലീലാവലോകനാം ഗൂഹന്തീം വ്രീഡയാത്മാനം നീലാളകവരോധിനീം ഉപലഭ്യാസുരാധർമ്മ സർവേ സമ്മുമുഹുസ്ത്രിയം അഹോ രൂപമഹോ ധൈര്യം അഹോ അസ്യാ നവം വയഃ മധ്യേ കാമയമാനാനാം അകാമേവ വിസർപ്പതി വിതർക്കയന്തോ ബഹുധാ താം സന്ധ്യാം പ്രമദാകൃതിം അഭിസംഭാവ്യ വിസ്രംഭാത് പര്യപൃച്ഛൻ കുമേധസഃ കാസി കസ്യാസി രംഭോരു കോ വാർത്തസ്തേത്ര ഭാമിനി രൂപദ്രവിണപണ്യേന ദുർഭഗാൻ നോ വിബാധസേ യാവാ കാചിത്വമബലേ ദിഷ്ട്യാ സന്ദർശനം തവ ഉത്സുനോഷി ഈക്ഷമാണാനാം കന്ദുകക്രീഡയാ മനഃ നൈകത്ര തേ ജയതി ശാലിനി പാദപദ്മം ഗ്നന്ദ്യാമുഹുക്കരതലേന പദത്പതംഗം മദ്യം വിഷീദതി ബൃഹത്സ്തനഭാരഭീതം ശാന്തേവ ദൃഷ്ടിരമലാ സുശിഖാ സമൂഹഃ ഇതി സായന്തനീം സന്ധ്യാമസുരാ പ്രമദായതീം പ്രലോഭയന്തീം ജഗൃഹുഃ മത്വാ മൂഢധിയ സ്ത്രിയം പ്രഹസ്യ ഭാവഗംഭീരം ജിഗ്രന്ധ്യാത്മാനമാത്മനാ കാന്ത്യാ സസർജ ഭഗവാൻ ഗന്ധർവാപ്സരസാം ഗണാൻ വിസസർജ തനും താം വൈ ജ്യോത്സ്നാം കാന്തിമതിം പ്രിയാം തയേവ ചാദദുഃ പ്രീത്യാ വിശ്വാവസു പുരോഗമാഃ സൃഷ്ട്വാ ഭൂതപിശാചാംശ്ച ഭഗവാനാത്മതന്ത്രിണ ദിഗ്വാസസോ മുക്തകേശാൻ വീക്ഷ്യ ചാമീലയദൃശൗ ജഗൃഹുസ്തദ്വിസൃഷ്ടാം താം ജൃംഭണാഖ്യാം തനും പ്രഭോഃ നിദ്രാം ഇന്ദ്രിയവിക്ലേദോ യയാ ഭൂതേഷു ദൃശ്യത്തെ യേനോച്ഛിഷ്ടാൻ ദർശയന്തി തമുന്മാദം പ്രചക്ഷത്തെ ഊർജസ്വന്തം മന്യമാനഃ ആത്മാനം ഭഗവാനജഃ സാധ്യാൻ ഗണാൻ പിതൃഗണാൻ പരോക്ഷേണ സൃജത് പ്രഭുഃ ത ആത്മസർഗം തം കായം പിതരഃ പ്രതിപേദിരേ സാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച കവയോ യദ്വിതന്വത്തെ സിദ്ധാൻ വിദ്യാധരാംശ്ചൈവ തിരോധാനേന സോസൃജത് തേഭ്യോ ദദാത്തമാത്മാനം അന്തർധാനാഖ്യമത്ഭുതം സ കിന്നരാൻ കിം പുരുഷാൻ പ്രത്യാത്മേനാസൃജത് പ്രഭുഃ മാനയന്നാത്മനാത്മാനം ആത്മാഭാസം വിലോകയൻ തേ തു തജ്ജഗൃഹൂരൂപം ത്യക്തം യൽപരമേഷ്ടിന മിഥുനീഭൂയ ഗായന്തഃ തമേവ ഉഷസി കർമ്മഭിഃ ദേഹേന വൈഭോഗവദാശയാനോ ബഹുചിന്തയാ സർഗേ അനുഭജിതേ ക്രോധാത് ഉത്സസർജഃ തദ്വപുഃ യേ അഹീയന്താം ഉദക്കേശാ അഹയസ്തേംഗത് ജജ്ഞിരേ സർപ്പാ പ്രസർപ്പദ ക്രൂരാ നാഗാ ഭോഗോരുകന്ദരാഃ സ ആത്മാനം മന്യമാന കൃതകൃത്യമിവാത്മഭൂഃ തദാ മനോൻ സസർജാന്തേ മനസാ ലോകഭാവനാൻ തേഭ്യഃ സോത്യസൃജത് സ്वीयं പുരം പുരുഷമാത്മവാൻ താൻ ദൃഷ്ട്വാ യേ പുരാ സൃഷ്ടാഃ പ്രശശംസുഃ പ്രജാപതിം അഹോ യേതജ്ജഗൽ സ്രഷ്ടഃ സുകൃതം വദത്തെ കൃതം പ്രതിഷ്ഠിതാ ക്രിയാ യസ്മിन् സാകം അന്നമദാമഹേ തപസാ വിദ്യയാ യുക്തോ യോഗേന സുസമാധിനാ ഋഷീൻ ഋഷീകേശഃ സസർജ അഭിമതാ പ്രജാഃ തേഭ്യശ്ചൈകൈകശസ്വസ്യ ദേഹസ്യാംശമദാതജഃ യത്തൽ സമാധിയോഗർദ്ദിതപോ വിദ്യാവിരക്തിമത്. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ വിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം.
നാരായണ നാരായണ. ഒരിക്കൽ കൂടെ ഭാഗവത ജ്ഞാനഗംഗ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. വരാഹാവതാര ചരിതം കഴിഞ്ഞ ശേഷം ഇവിടെ ശൗനകാദികൾ സൂതനോട് ചോദ്യം ചെയ്യുന്നതായിരുന്നു ആദ്യത്തെ 6-7 ശ്ലോകങ്ങൾ. ആ സ്വയംഭുവ മനു ഏത് മാർഗത്തിലൂടെയാണ് പിന്നീടുള്ള സൃഷ്ടി തുടർന്നത് എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. പിന്നീട് വിതുര മൈത്രേയ സംവാദം എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു വിതുരൻ മൈത്രേയനോട് ചോദിച്ചത്. തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള സംവാദം ഭഗവത് കഥകൾ തന്നെ ആയിരിക്കും. അതെത്ര കേട്ടാലും മതിയാവില്ല. അതിൻ്റെ രസം അറിഞ്ഞിട്ടുള്ള ആരാണ് ഭഗവത് കഥയിൽ തൃപ്തി വന്നു എന്ന് പറയുക. ഇങ്ങനെ വിതുരരുടെയും മൈത്രേയരുടെയും ഭഗവത് കഥയുടെയും മാഹാത്മ്യം എടുത്തു പറഞ്ഞ് ശൗനകാദികൾ സൂതനോട് വിസ്തരിച്ച് കഥ കേൾക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. ഈ സമയത്ത് സൂതൻ സന്തോഷപൂർവം മറുപടി പറയാൻ ആരംഭിച്ചു. ഭഗവാന്റെ വരാഹാവതാര കഥ കേട്ടതായിട്ടുള്ള വിതുരൻ സന്തോഷിച്ചുകൊണ്ട് മൈത്രേയരോട് ഇപ്രകാരം ചോദിച്ചു എന്ന് പറഞ്ഞാണ് സൂതൻ ആരംഭിച്ചത്. ആ വിതുരൻ്റെ ചോദ്യങ്ങൾ 3 ശ്ലോകങ്ങളിൽ കണ്ടു. പ്രജാപതികളുടെയും പതിയായ ബ്രഹ്മദേവൻ പ്രജാസർഗത്തിനായിക്കൊണ്ട് പ്രജാപതികളെ സൃഷ്ടിച്ചിട്ട് ഭഗവാന്റെ തത്വമറിയുന്ന, ഭഗവാന്റെ ഇച്ഛയറിയുന്ന ആ ബ്രഹ്മദേവൻ പിന്നീട് എന്താണ് ചെയ്തത്. അതുപോലെ മരീചി മുതലായ പ്രജാപതിമാരും സ്വയംഭുവ മനുവും ബ്രഹ്മാവിൻ്റെ ആദേശം സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയെ വർദ്ധിപ്പിച്ചത്. അവർ ദമ്പതികളായിട്ട് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ചെയ്തുവോ, അതോ ഒറ്റയ്ക്ക് സങ്കല്പം കൊണ്ട് സൃഷ്ടി തുടർന്നുവോ, അതോ എല്ലാവരും കൂടിച്ചേർന്ന് സൃഷ്ടി നടത്തിയോ. ഇങ്ങനെ ഒരു 3 ശങ്കകളെ അവതരിപ്പിച്ചു. ഈ സമയത്ത് മൈത്രേയ മഹർഷി ഇന്നലെ നമ്മൾ കണ്ടതായിട്ടുള്ള 7 ശ്ലോകങ്ങളെ കൊണ്ട് മുമ്പ് പറഞ്ഞ ദ്വിതീയ സ്കന്ധത്തിലും തൃതീയ സ്കന്ധത്തിലും പറഞ്ഞ സൃഷ്ടിയുടെ ഒരു രത്നച്ചുരുക്കം വർണ്ണിച്ചു. ജീവന്മാരുടെ അദൃഷ്ടമാകുന്ന ആ ദൈവത്താൽ ക്ഷോഭിതമായ ഗുണത്രയത്തിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ആ മഹത്തത്വം രജപ്രധാനമായിട്ട് അതിൽ നിന്ന് ഭൂതാദി ഉണ്ടായി. ഭൂതാദി എന്നാൽ അഹങ്കാരതത്വം ഉണ്ടായി. ആ അഹങ്കാരതത്വത്തിൽ നിന്ന് പിന്നീട് 5 വീതമുള്ള ആകാശാദി പഞ്ചഭൂതങ്ങളും ശബ്ദാദി പഞ്ചതന്മാത്രകളും ശ്രോത്രാദി പഞ്ച ഇന്ദ്രിയങ്ങളും പാണ്യാദി അല്ലെങ്കിൽ വാഗാദി പഞ്ചകർമ്മേന്ദ്രിയങ്ങളും എല്ലാം ഉണ്ടായി. അങ്ങനെ 24 തത്വങ്ങളുടെ ഉൽപ്പത്തിയെ സൂചിപ്പിച്ചു. അവർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ദൈവയോഗേന ഈശ്വര നിശ്ചയം, ഈശ്വരൻ്റെ യോഗം കൊണ്ട്, ഈശ്വരൻ അതിൽ അനുപ്രവേശിച്ചതുകൊണ്ട് അതൊരു ഹൈമം അണ്ഡമായി ഭവിച്ചു, ഒരു ഹിരണ്യ അണ്ഡമായി ഭവിച്ചു. ആ അണ്ഡം ജീവനില്ലാത്തതുപോലെ 1000 വർഷത്തിലധികം വെള്ളത്തിൽ കിടന്നു. പിന്നീട് ഭഗവാൻ അതിൽ അനുപ്രവേശിച്ച് അതിനെ വികസിപ്പിച്ചു. അത് വിരാട്ടായി വിവിധം നാനാ ഭാവങ്ങളെ പ്രകാശിപ്പിക്കുന്നതായി ഭവിച്ചു. ഏകമായിരുന്ന അണ്ഡം പലതായി തീർന്നു ഭഗവാൻ പ്രവേശിച്ചതുകൊണ്ട്. അല്ലേ, ഒരു മയിലിൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ മയിലിൻ്റെ മുട്ട
അത് മുട്ടയായിരിക്കുമ്പോൾ അതിനകത്ത് എന്താണുള്ളത്, ഏതെല്ലാം വർണ്ണങ്ങളുണ്ട്, എന്തെല്ലാം രൂപങ്ങളുണ്ട്, ഒന്നും അറിയാൻ കഴിയില്ല. ഇതുവരെ മയിലിനെ കണ്ടിട്ടില്ലാത്തവർക്ക് ആ മുട്ട മാത്രം കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് എന്താണ് പുറത്തേക്ക് വരിക എന്ന് പറയാൻ സാധ്യമല്ല. ആ അവ്യക്തമായ മുട്ടയിൽ നിന്നാണ് പിന്നീട് അത് വിരിഞ്ഞ് മയിൽ കുഞ്ഞുണ്ടാകുന്നതും ആ കുഞ്ഞിന് പിന്നീട് കൂടുതൽ കൂടുതൽ നിറങ്ങൾ വർദ്ധിച്ചു വരുന്നതും ആ മയിൽപീലി, അതിമനോഹരമായിട്ടുള്ള മയിൽപീലികൾ വളർന്നു വരുന്നതും അതിൻ്റെ കഴുത്തിലെ നീലയും തലയിലെ പൂവും മൊത്തത്തിൽ ശരീരത്തിൽ മുഴുവനുള്ളതായിട്ടുള്ള വിവിധ പച്ചയും നീലയും കലർന്നതായിട്ടുള്ള വർണ്ണങ്ങളും ആ തിളങ്ങുന്ന തൂവലുകളും ഒക്കെ ആയിട്ട് വരുമ്പോഴേക്കും ഈ ഒരു മുട്ടയിൽ നിന്നാണോ ഇത്രയും നിറപ്പകിട്ടേകിയ ഈ മയിൽ ആവിർഭവിച്ചത് എന്ന് കരുതും. അപ്പം അതുപോലെയാണ് ഈ അണ്ടമായിരിക്കുമ്പോഴുള്ള അവസ്ഥയും വിരാട്ടാവുമ്പോഴുള്ള അവസ്ഥയും. അണ്ടം വിരാട്ടാവുന്നത് മുട്ട വിരിഞ്ഞ് മയിലുണ്ടാകുന്നത് പോലെ. അല്ലെങ്കിൽ ഒരു ആൽമരത്തിൻ്റെ വിത്ത് വെറും ഒരു കടുകുമണിയേക്കാൾ ചെറുതായിരിക്കുന്ന വിത്ത് അത് അണ്ടാകൃതിയാണ്. എന്നാൽ അത് വിരിഞ്ഞ് അഥവാ അത് മുളച്ച് വലിയൊരു വടവൃക്ഷമായി തീരുമ്പോൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് പൊട്ടിമുളച്ച് പുറത്തേക്ക് വരുന്നത്, എന്തെല്ലാം വൈവിധ്യങ്ങളാണ്. ഇതുപോലെയാണ് ഈ അണ്ടം വിരാട്ടായി തീരുന്നത് ഈശ്വര സങ്കല്പം കൊണ്ട്, ഈശ്വരൻ്റെ അനുപ്രവേശം കൊണ്ട്. അതാണ് അന്വവാൽസീത് തം ഈശ്വര എന്ന് 15-ാം അധ്യായത്തിൽ ചുരുക്കി പറഞ്ഞു. അങ്ങനെയുള്ള ആ ഈശ്വരൻ്റെ അഥവാ വിരാട് പുരുഷന്റെ നാഭിയിൽ നിന്ന് ലോകരൂപമായിരിക്കുന്ന പത്മം വികസിച്ചു വന്നു. 1000 സൂര്യൻ്റെ പ്രകാശത്തോടു കൂടിയിട്ട് സർവ്വജീവന്മാർക്കും നിവസിക്കുവാനുള്ള സ്ഥാനമായിട്ട് അതിൽ നിന്ന് സ്വയം സ്വരാട് അബൂദ് ആ ബ്രഹ്മദേവൻ ആവിർഭവിച്ചു. അദ്ദേഹം ഭഗവാനാൽ പ്രേരിതനായി, ഭഗവാനാൽ അനുപ്രവിഷ്ടനായി പൂർവം എങ്ങനെയാണോ ലോകമുണ്ടായിരുന്നത് അതുപോലെ വീണ്ടും സൃഷ്ടിച്ചു. ബ്രഹ്മദേവൻ ലോകത്തെ സൃഷ്ടിച്ചു. അതിന് ഈശ്വര അനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ശക്തി, അദ്ദേഹത്തിൻ്റെ മൂലധനം. ആദ്യമായിട്ട് അദ്ദേഹം സൃഷ്ടിച്ചത് 5 പ്രകാരത്തിലുള്ള അവിദ്യാവൃത്തികളെയാണ്. സസർജ ഛായയ അവിദ്യാം പഞ്ചപർവാണം അഗ്രതഃ താമിശ്രം അന്ധതാമിശ്രം തമോ മോഹോ മഹാതമഃ. തമസ്, മോഹം, മഹാതമസ്, താമിശ്രം, അന്ധതാമിശ്രം, ഇങ്ങനെ 5 പ്രകാരത്തിലുള്ള അജ്ഞാനവൃത്തികളെ, അവിദ്യാവൃത്തികളെ ബ്രഹ്മദേവൻ തൻ്റെ ഛായയിൽ നിന്ന്, തൻ്റെ നിഴലിൽ നിന്ന്, തൻ്റെ അജ്ഞാനത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നർത്ഥം. അവിടെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അതിൽ നിന്ന് തുടരാം 19-ാം ശ്ലോകം മുതൽക്ക്. വിസസർജ ആത്മനകായം നാഭിനന്ദൻ തമോമയം ജഗൃഹുർയക്ഷരക്ഷാംസി രാത്രിം ക്ഷുത്രിത് സമുദ്ഭവാം. ആ ബ്രഹ്മദേവൻ തൻ്റെ അവിദ്യാഭാവത്തിൽ നിന്ന് അവിദ്യാവൃത്തികളെ സൃഷ്ടിച്ചതായിട്ടുള്ള സമയത്ത് അദ്ദേഹത്തിന് തന്നെ സ്വയം ലജ്ജ തോന്നി. അതാണ് അവിടെ ന അഭിനന്ദൻ എന്ന് പറയേണ്ട 1-ാമത്തെ വരിയിൽ. വിസസർജ ആത്മനഃ കായം ന അഭിനന്ദൻ തമോമയം. ആത്മനഃ കായം തമോമയം, തൻ്റെ ശരീരം അത് തമോമയമായിരുന്നു. ആ തമസ്സിൽ നിന്നാണ് ഈ അജ്ഞാനവൃത്തികൾ മുഴുവൻ ഉണ്ടായത്. അപ്പം അതിനെ ന അഭിനന്ദിച്ചില്ല, അംഗീകരിച്ചില്ല. സ്വയം അദ്ദേഹത്തിന് തന്നെ പശ്ചാത്താപം തോന്നി. അതുകൊണ്ട് എന്ത് ചെയ്തു? വിസസർജ ആത്മനഃ കായം.
വിസസർജ എന്ന് പറഞ്ഞാൽ വിസർജിച്ചു, വിസർജിച്ചു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നർത്ഥം. അപ്പൊ തമോമയം ആത്മനഃ കായം ന അഭിനന്ദൻ വിസസർജ. തമോമയമായ തൻ്റെ ആ ശരീരത്തെ ബ്രഹ്മദേവൻ അഭിനന്ദിച്ചില്ല, സന്തോഷിച്ചില്ല. അദ്ദേഹത്തിന് അതിൽ കുറവ് തോന്നി, സ്വയം ആത്മനിന്ദ തോന്നി. എന്നിട്ട് ആ ശരീരത്തെ, ആ തമോമയമായ ശരീരത്തെ ഉപേക്ഷിച്ചു എന്ന് പറയണം. അങ്ങനെ ഉപേക്ഷിച്ചപ്പോഴോ ജഗൃഹു യക്ഷരക്ഷാംസി രാത്രിം ക്ഷുത്രിത് സമുദ്ഭവാം. ആ അദ്ദേഹത്തിൻ്റെ ഉപേക്ഷിച്ച ആ ശരീരത്തെ, അത് ക്ഷുത്രിത് സമുദ്ഭവാം രാത്രിം യക്ഷരക്ഷാംസി ജഗൃഹു. ഇദ്ദേഹം ഉപേക്ഷിച്ച അദ്ദേഹത്തിൻ്റെ ശരീരം രാത്രിയായി തീർന്നു എന്നാണ്. തമോമയമായ തൻ്റെ ശരീരത്തെ അവജ്ഞ കൊണ്ട് ബ്രഹ്മദേവൻ ഉപേക്ഷിച്ചത് രാത്രിയായി തീർന്നു. അതെങ്ങനെയുള്ളത്? ക്ഷുത്രിത് സമുദ്ഭവാമെന്നും അതിനെ വിശേഷിപ്പിച്ചു. ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പാണ്, തൃട്ട് എന്ന് പറഞ്ഞാൽ തൃഷ്ണയാണ്, ദാഹമാണ്. അതിൻ്റെയൊക്കെ ഉത്ഭവസ്ഥാനമായതും രാത്രി എന്നതുകൊണ്ട് തമോമയമായതും എന്നർത്ഥം തന്നെയാണ്. തമോമയമായതുമായിട്ടുള്ള ആ ബ്രഹ്മദേവൻ ഉപേക്ഷിച്ച ശരീരത്തെ യക്ഷരക്ഷാംസി ജഗൃഹു, യക്ഷരക്ഷസ്സുകൾ ഗ്രഹിച്ചു. യക്ഷന്മാരും രക്ഷസ്സുകളും ഗ്രഹിച്ചു എന്ന് പറയുകയാണ്. ഒരു തമോമൂർത്തികളാണ് ഈ യക്ഷന്മാരും രക്ഷസ്സുകളും. രക്ഷസ് രാക്ഷസന്മാർ തന്നെയാണ്, യക്ഷന്മാർ തന്നെയാണ്. അവർ തമസ്സാണ് അവർക്ക് പ്രാധാന്യം. അപ്പോൾ ബ്രഹ്മദേവന്റെ ഉപേക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ശരീരം തമോമയമായിരുന്നു. അത് രാത്രി എന്ന് വിളിക്കപ്പെടുന്നു. അത് വിശപ്പിനും ദാഹത്തിനും കാരണമാകുന്നു, ഉത്ഭവസ്ഥാനമാകുന്നു. അതിനെ യക്ഷന്മാരും രക്ഷസ്സുകളും സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മദേവൻ തമോ ഗുണപ്രധാനമായിട്ടുള്ള സ്ഥൂല ശരീരത്തിലുള്ള അഭിമാനത്തെ വെടിഞ്ഞു. എന്നാൽ അത് സ്വീകരിച്ചവരാണ്, ആ സ്ഥൂല ശരീരത്തിൽ അധികം അഭിമാനിക്കുന്നവരാണ് തമോമൂർത്തികളായിരിക്കുന്ന യക്ഷന്മാരും രക്ഷസ്സുകളും. ഇപ്പം മനുഷ്യന്മാരും ആ കൂട്ടത്തിൽ പെടും. നമ്മളൊക്കെ തന്നെ ഈ തമോമയമായിട്ടുള്ള ഈ സ്ഥൂല ശരീരത്തിൽ അധികം അഭിമാനിച്ചാൽ നമ്മളും ആർക്ക് തുല്യന്മാരാകുന്നു? രക്ഷസ്സുകൾക്കും യക്ഷന്മാർക്കൊക്കെ തുല്യമാകുന്നു. അപ്പോൾ മനുഷ്യ ശരീരം കിട്ടിയിട്ട് അതിനെ ജ്ഞാനത്തിനായിക്കൊണ്ട്, ആത്മജ്ഞാനത്തിനായിക്കൊണ്ട്, ആത്മസാക്ഷാത്കാരത്തിനായിക്കൊണ്ട് ഉപയോഗിക്കേണ്ടതാണ് എന്ന് ഇവിടെ സൂചന തരികയാണ്. ബ്രഹ്മദേവന് തൻ്റെ ആ തമോമയമായിരിക്കുന്ന ശരീരത്തിൽ അഭിമാനം തോന്നിയില്ല, അപമാനം തോന്നി. അതിനെ ഉപേക്ഷിച്ചത് രാത്രിയായി. അത് വിശപ്പിനും ദാഹത്തിനുമെല്ലാം ഉറവിടമായിരുന്നു. അതിനെ യക്ഷന്മാരും രക്ഷസ്സുകളും സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ താത്വികമായിട്ടുള്ളൊരു പ്രയോഗമാണിതെല്ലാം. എന്തൊക്കെ അജ്ഞാനമായിട്ടുള്ളതുണ്ടോ, രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, സ്ഥൂല ശരീരം തമോമയമാണ്, വിശപ്പും ദാഹവുമൊക്കെ സ്ഥൂല ശരീര അഭിമാനത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തമോ ഗുണപ്രധാനമായിട്ടുള്ളതാണ്. ആ തമോ ഗുണപ്രധാനമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരെയാണ് ഇവിടെ രക്ഷസ്സുകളും യക്ഷന്മാരും എന്ന് സൂചിപ്പിച്ചത്. നമ്മളും ഈ പറഞ്ഞ ആഹാര, നിദ്ര, ഭയമൈഥുനാദി തമോ ഗുണപ്രധാനികളായ ജന്തുക്കൾ അനുവർത്തിക്കുന്ന അതേ ജീവിതം നയിച്ചാൽ നമ്മളും രക്ഷസ്സുകളും യക്ഷന്മാരും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആശയം വേദത്തിലും ഉള്ളതാണ്. വേദം പറഞ്ഞതിനെ ഭാഗവതവും അതുപോലെ ഇവിടെ അവതരിപ്പിച്ചു. യാസ്യ സാ തനൂറാസീത് താമാപോഹത സാ തമിശ്രോഭവത് എന്നൊക്കെ വേദവാക്യങ്ങളുണ്ട്, വേദമന്ത്രങ്ങളുണ്ട്. അപ്പോൾ ബ്രഹ്മാവിന് ഏതൊരു ദേഹമുണ്ടായിരുന്നുവോ അതിനെ അദ്ദേഹം ഉപേക്ഷിച്ചു. ആ ഉപേക്ഷിച്ചത് രാത്രിയായി ഭവിച്ചു. അതിനെ
ഈ പറഞ്ഞ ആളുകൾ സ്വീകരിച്ചു എന്ന് ഇവിടെ ഭാഗവതം വേദം പറഞ്ഞതിനെ അനുസരിച്ച് പറഞ്ഞതാണ്. അപ്പം എങ്ങനെയാണ് തമോമൂർത്തികളെല്ലാം ഇവിടെ ഉണ്ടായത്? ബ്രഹ്മദേവന്റെ അജ്ഞാന ഭാവത്തിൽ നിന്നാണ് ഈ ലോകത്തിലുള്ള തമോമൂർത്തികളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എവിടെയൊക്കെ തമസ്സുണ്ടോ അതൊക്കെ ബ്രഹ്മദേവനിൽ നിന്ന് ഉണ്ടായത് തന്നെയാണ്. ബ്രഹ്മദേവന്റെ തമോ അംശമാണ്, സമഷ്ടിയുടെ തമോ അംശമാണ് യക്ഷന്മാരും രക്ഷസുകളും അതുപോലെയുള്ളതായിട്ടുള്ള ജന്തുക്കളൊക്കെ. തമോ ഗുണമായിരിക്കുന്ന ഈ സ്ഥൂല ശരീരത്തിൽ അഭിമാനിക്കുന്നവർ. അത് താത്വികമായി ചിന്തിച്ച് അറിയേണ്ടതായിട്ടുള്ള ഒരാശയമാണ്. വിസസർജ ആത്മനക്കായം നാഭിനന്ദൻ തമോമയം ജഗൃഹു യക്ഷരക്ഷാംസി രാത്രിം ക്ഷുത്രിത് സമുദ്ഭവാം. അപ്പം മായയുടെ തമോ ഗുണത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഈ വക സൃഷ്ടികളൊക്കെ. ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപനല്ലേ? ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഈശ്വരനിൽ നിന്നുണ്ടായിട്ടുള്ള സൃഷ്ടിയിൽ എങ്ങനെയാണ് ഈ വൈകല്യങ്ങളൊക്കെ വന്നു ചേർന്നത് എന്ന് ആളുകൾക്ക് ശങ്കയുണ്ടാവും. അല്ലേ? പൂർണ്ണജ്ഞാനമൂർത്തിയായ സർവജ്ഞനായ ജ്ഞാനസ്വരൂപനായ ഭഗവാനിൽ നിന്ന് എങ്ങനെ ഇങ്ങനെയുള്ള തമോ ഗുണ വൃത്തികളെല്ലാം ഉണ്ടായി, അല്ലെങ്കിൽ തമോ മൂർത്തികളെല്ലാം ഉണ്ടായി? ഈ ലോകത്തിൽ ഇരുട്ട് എവിടുന്ന് വന്നു, അജ്ഞാനം എവിടുന്ന് വന്നു എന്നൊക്കെയാണെങ്കിൽ ആ ഈശ്വരൻ്റെ തന്നെ ത്രിഗുണാത്മികമായ മായയുടെ ആ ത്രിഗുണങ്ങളിൽ ഒന്നാണ് തമോ ഗുണം. ആ തമോ ഗുണത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, എന്നിൽ നിന്നാണ് സത്തും അസത്തും ഉണ്ടാകുന്നത്, നല്ലതും ചീത്തയും ഉണ്ടാകുന്നത്. മത്തസ്മൃതിർ ജ്ഞാനമപോഹനം ച. ഉപനിഷത്തിലും പറയുന്നുണ്ട്, സച്ചത്തെച്ചാഭവത് നിരുക്തം ച അനിരുക്തം ച നിലയനം ച അനിലയനം ച സത്യം ച അനൃതം ച സത്യമഭവത്. തൈത്തിരീയോപനിഷത്തിൽ ഏകനായ ഈശ്വരൻ, ഏകനായ പരബ്രഹ്മം എങ്ങനെ പലതായി തീർന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, സത്ത് ച ത്യത്ത് ച അഭവത്. സത്തും ത്യത്തുമായി ഭവിച്ചു. ത്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്യജിക്കാൻ ഇച്ഛിക്കുന്നത്, ത്യാജ്യമായത്, നികൃഷ്ടമായത്, നിന്ദ്യമായത് എന്നൊക്കെ അർത്ഥമാണ്. സത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വീകാര്യമായത്, അനുകൂലമായത്, നല്ലത് എന്നൊക്കെ അർത്ഥമാണ് സത്ത്. അപ്പോൾ സത്തും തെത്തും ഒരേ വസ്തുവിൽ നിന്ന് തന്നെ ഉണ്ടായത്, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ. അതുകൊണ്ടാണ് ഈശ്വരൻ്റെ, വിരാട് പുരുഷൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് അധർമ്മമുണ്ടായി, പൃഷ്ഠത്തിൽ നിന്ന് അധർമ്മവും സ്തനത്തിൽ നിന്ന് ധർമ്മവും ഉണ്ടായി. അല്ലേ? മുൻവശത്ത് നിന്ന് ധർമ്മവും പിൻവശത്ത് നിന്ന് അധർമ്മവും ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ മത്തസ്മൃതിർ ജ്ഞാനം അപോഹനം ച എന്ന് ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്. എന്നിൽ നിന്നാണ് സ്മൃതിയും ജ്ഞാനവും അപോഹനവും. അപോഹനം എന്ന് പറഞ്ഞാൽ വിസ്മൃതി, മറവി. അപ്പം മറവിയും ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അവിടെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശക്തിയായ ത്രിഗുണാത്മികയായ മായയിൽ നിന്ന് എന്നർത്ഥമാണ്. മായയുടെ 3 ഭാവങ്ങളാണ് സത്വം, രജസ്, തമസ്. ആ തമസിൻ്റെ ഭാവങ്ങളാണ് ഈ ലോകത്തിൽ കാണുന്ന എല്ലാ നെഗറ്റിവിറ്റികളും. അത് വർദ്ധിച്ചു വരുമ്പോൾ ഈ ലോകം കലിയുഗം ആവുന്നു. നെഗറ്റിവിറ്റികൾ വർദ്ധിച്ചാൽ കലിയുഗമാകുന്നു. ഈ ലോകം വേഗം നാശത്തിലേക്ക് പോകുന്നു. പോസിറ്റീവായിട്ടുള്ള സത്വഗുണം വർദ്ധിച്ചാൽ ഈ ലോകം ആനന്ദപൂർണമാകുന്നു, കൃതയുഗത്തിലേക്ക് പോകുന്നു, എല്ലാവരും സന്തോഷിക്കുന്നു. അപ്പോൾ ഈശ്വരൻ്റെ തന്നെ മായാ അംശത്തിൽ നിന്നാണ് ഈ പറയുന്ന തമോ ഗുണമെല്ലാം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ആദ്യം തന്നെ ബ്രഹ്മദേവൻ്റെ അവിദ്യാമയമായ ഛായയിൽ നിന്ന് അവിദ്യാവൃത്തികളുണ്ടായി. അതിനെ ബ്രഹ്മദേവൻ അഭിനന്ദിച്ചില്ല, അദ്ദേഹത്തിന് അതിൽ താതാത്മ്യം തോന്നിയില്ല, അവജ്ഞ തോന്നി അതിനെ ഉപേക്ഷിച്ചു.
അതിനെ യക്ഷന്മാരും രക്ഷസ്സുകളും സ്വീകരിച്ചു. വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും ഒക്കെ പ്രഭവ കേന്ദ്രമാണ് ഈ ശരീരം, ഈ ദേഹാഭിമാനം, ഈ സ്ഥൂല ശരീരത്തിലുള്ള അഭിമാനം എന്ന് വ്യംഗ്യമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ക്ഷുത്രിഭ്യാം ഉപസൃഷ്ടാസ്തേ തം ജഗ്ദും അഭിദുദ്രുവുഹു മാ രക്ഷതൈനം ജക്ഷദ്വം ഇത്യൂജുഹു ക്ഷുത്രിഡർദിതാഃ. ക്ഷുത്രിഭ്യാം ഉപസൃഷ്ടാഃ തേ. ക്ഷുത്ത്, തൃഷ്ണ ഇവ രണ്ടിൽ നിന്നും ഇവ രണ്ടിനാലും ക്ഷുത്രിഭ്യാം ഈ വിശപ്പും ദാഹത്താലും ഉപസൃഷ്ടാഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ബാധിക്കപ്പെട്ടവർ, സ്പർശിക്കപ്പെട്ടവർ, വിശപ്പും ദാഹവും ബാധിക്കപ്പെട്ടതായിട്ടുള്ളവര് തം ജഗ്ദും അഭിദുദ്രുവുഹു. തം എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഉപേക്ഷിച്ച ബ്രഹ്മദേവനെ, ജഗ്ദും എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുവാനായിട്ട് അഭിദുദ്രുവുഹു പാഞ്ഞു ചെന്നു, അദ്ദേഹത്തിന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. അപ്പോൾ വിശപ്പിൽ നിന്നും ദാഹത്തിൽ നിന്നും ഉണ്ടായ ഈ യക്ഷരക്ഷസ്സുകൾ ആ ബ്രഹ്മദേവനെ തന്നെ, ഈ സ്ഥൂല ശരീര അഭിമാനം വെടിഞ്ഞ് അതിനെ ഉപേക്ഷിച്ചതായിട്ടുള്ള, ഈ അവിദ്യാമയമായ ശരീരത്തെ ഉപേക്ഷിച്ചതായിട്ടുള്ള ബ്രഹ്മദേവനെ ഭക്ഷിക്കാനായി കൊണ്ട് ചെന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് ഈ ദേഹാഭിമാനം കൂടുമ്പോൾ ആ വിശപ്പും ദാഹവും വർദ്ധിച്ച് നമ്മുടെ സ്വാർത്ഥത വർദ്ധിച്ച് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന പണിയൊക്കെ ചെയ്യും അല്ലേ? ഇവിടെ ബ്രഹ്മദേവനെ ഭക്ഷിക്കാൻ ചെന്നു എന്ന് പറഞ്ഞാൽ ഈ ജീവനെ തന്നെ ഭക്ഷിക്കുകയാണ്. ബ്രഹ്മദേവൻ ഒരു വലിയ ജീവനാണ്, നമ്മുടെ ഉള്ളിലുള്ള ജീവൻ ആ ബ്രഹ്മദേവന്റെ തന്നെ ഒരു മിനിയേച്ചറാണ്. അപ്പോൾ നമ്മുടെ ശരീരാഭിമാനം കൊണ്ട് നമുക്ക് വിശപ്പും ദാഹവും അതുപോലെയുള്ളതായിട്ടുള്ള തൃഷ്ണകളും വർദ്ധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ തന്നെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നശിപ്പിക്കുന്നു, നമുക്ക് തന്നെ ഹാനികരമായ പ്രവൃത്തികൾ ചെയ്യുന്നു. അതിനെ മറ്റൊരു രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചതാണ് ബ്രഹ്മദേവനെ ഭക്ഷിക്കാൻ ചെന്നു എന്ന്. അതാണ് അഭിദുദ്രുവുഹു. തം ജഗ്മും അഭിദുദ്രുവുഹു, ബ്രഹ്മദേവന്റെ നേർക്ക് പാഞ്ഞു. ഏനം മാ രക്ഷത ജക്ഷദ്വം ഇതി ക്ഷുത്രിഡർദിതാഃ ഊജുഹു. അവര് പരസ്പരം പറയുകയാണ്, ആ യക്ഷന്മാരും രക്ഷസുകളും ബ്രഹ്മദേവനെ നോക്കിക്കൊണ്ട് പറയണം, തമ്മിൽ പറയാണ്, മാ രക്ഷത, അവനെ വെറുതെ വിടണ്ട, അവനെ രക്ഷിക്കണ്ട, ജക്ഷദ്വം, അവനെ ഭക്ഷിക്കുവിൻ, അവനെ വിഴുങ്ങിക്കോളൂ, ഇതി ക്ഷുത്രിഡർദിതാഃ ഊചുഹു. വിശപ്പും ദാഹവും കൊണ്ട് പീഡിതരായിട്ടുള്ള ആ യക്ഷരക്ഷസുകൾ ഇപ്രകാരം പറഞ്ഞു. ബ്രഹ്മദേവനെ പിടിച്ചു തിന്നാനായിക്കൊണ്ട് അവർ പുറകെ പാഞ്ഞുകൊണ്ട് പരസ്പരം പറയാണ്, ഇവനെ വിടണ്ട, ഇവനെ തിന്നോളൂ എന്ന് ബ്രഹ്മദേവന്റെ നേർക്ക് പാഞ്ഞു എന്ന് പറയണം. ക്ഷുത്രിഭ്യാം ഉപസൃഷ്ടാസ്തേ തം ജഗ്ദും അഭിദുദ്രുവു മാ രക്ഷതൈനം ജക്ഷദ്വം ഇത്യൂജുക്ഷുത്രിഡർദിതാഃ ദേവഃ താനാഹ സംവിഘ്നോ മാം ജക്ഷത രക്ഷത അഹോ മേ യക്ഷരക്ഷാംസി പ്രജായൂയം ബഭൂവിതാം. ദേവസ്ഥാനാഹ സംവിഘ്നോ മാം ജക്ഷത രക്ഷത അഹോ മേ യക്ഷരക്ഷാംസി പ്രജായൂയം ബഭൂവിത. ബ്രഹ്മദേവൻ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇവരോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ യക്ഷരക്ഷസുകളോട്. അഹോ മാ ജക്ഷത, കഷ്ടം, നിങ്ങൾ എന്നെ കൊല്ലരുത്, എന്നെ ഭക്ഷിക്കരുത്. മാം എന്ന് പറഞ്ഞാൽ എന്നെ, മാ അരുത്, ജക്ഷത ജക്ഷിക്കരുത്, ഭക്ഷിക്കരുത്. അപ്പൊ നിങ്ങൾ എന്നെ ഭക്ഷിക്കരുത്. രക്ഷത, നിങ്ങൾ എന്നെ രക്ഷിക്കുവിൻ, എന്നെ വെറുതെ വിടുവിൻ, എന്നെ കൊന്നുകളയരുത്, ഭക്ഷിച്ചു കളയരുത്. യക്ഷരക്ഷാംസി യൂയം മേ പ്രജാഹ ബഭൂവിത. അല്ലയോ യക്ഷന്മാരെ, രക്ഷസുകളെ, നിങ്ങൾ എൻ്റെ പ്രജകളാണല്ലോ, നിങ്ങൾ എൻ്റെ മക്കളാണല്ലോ. മക്കളായ നിങ്ങൾ അങ്ങനെ ഭവിച്ചവരായിട്ടുള്ള ബഭൂവിത, നിങ്ങൾ ഭവിച്ചിരിക്കുന്നു. അങ്ങനെ മക്കളായിട്ടുള്ള നിങ്ങൾ തന്നെ എന്നെ തിന്നാവോ? എന്നെ തിന്നരുത്, എന്നെ രക്ഷിക്കണം. ഇങ്ങനെ സംവിഘ്നഃ ദേവഃ താൻ ആഹ. സംവിഘ്നഃ ഭയപ്പെട്ടവനായിട്ടുള്ള ബ്രഹ്മദേവൻ താൻ ആഹ അവരോട് പറഞ്ഞു, തന്നെ ഭക്ഷിക്കാൻ വരുന്നതായിട്ടുള്ള ഈ യക്ഷന്മാരോടും രക്ഷസുകളോടും
ബ്രഹ്മദേവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന സൂക്ഷ്മമായിട്ടുള്ളൊരു പ്രക്രിയയാണിത്. എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു വടംവലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റേതായിട്ടുള്ള സുഖലോലുപത, വിഷയ ആസക്തി, സ്വാർത്ഥത, ഇത് നമ്മെ എന്ന് പറഞ്ഞാൽ ജീവനെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കും. നമ്മളെ നശിപ്പിക്കാൻ, നമുക്ക് ശ്വാസം മുട്ടുണ്ടാക്കാൻ. കാരണം ഈ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടാണ് ഉള്ളിലിരിക്കുന്ന ജീവൻ തപിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ താപമുണ്ടാകുന്നതിന് കാരണം നമ്മുടെ സ്വാർത്ഥതകളാണ്, നമ്മുടെ പ്രവൃത്തി ദോഷങ്ങളാണ്. നമ്മുടെ എല്ലാ ദുഃഖത്തിനും ഭയത്തിനും കാരണം നമ്മുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളെ നമ്മൾ അധികം പരിഗണിച്ച് അതിനെ താലോലിച്ച് അതിനെ നമ്മെ വിഴുങ്ങാൻ അനുവദിച്ചിട്ടാണ്. ഇപ്പൊ ശരീരം ജീവനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ജീവനെ ഉപഭോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ തിരിച്ചാണ് വേണ്ടത്. ശരീരത്തിന് ഭോഗിക്കാനുള്ളതല്ല ജീവൻ. ശരീരം ജീവന് ഒരു ഉപാധിയാണ്. ജീവന് സ്വയം എക്സ്പ്രസ് ചെയ്യാൻ, മാനിഫെസ്റ്റ് ചെയ്യാൻ, തൻ്റെ വാസനകളെ പ്രകടിപ്പിക്കാൻ, അതിലൂടെ തൻ്റെ തത്വസാക്ഷാത്കാരത്തിനായി കൊണ്ട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു ഉപാധിയാണ്, ഉപകരണമാണ്. അതാണ് നമ്മുടെ കഠോപനിഷത്തിലെ രഥകൽപ്പനയൊക്കെ. ശരീരം രഥം, ആത്മാനം രഥിനം വിദ്ധി. ഈ ജീവാത്മാവിനെ രഥിയായിട്ട് അറിയണം. രഥി എന്ന് പറഞ്ഞാൽ രഥത്തിന്റെ സ്വാമി, ഉടമസ്ഥൻ. ശരീരം രഥമേവത്തു ഇന്ദ്രിയാണി ഹയാനാഹു മനപ്രഗ്രഹമേവച്ച. ഇന്ദ്രിയങ്ങൾ കുതിരകളും മനസ്സ് കടിഞ്ഞാണുമാകണം, ബുദ്ധി സാരഥിയാകണം, ശരീരം രഥമാകണം. ആരാണ് സ്വാമി? ജീവാത്മാവാണ് സ്വാമി. അപ്പൊ സ്വാമിയുടെ അടിമകളായിരിക്കണം ഇതെല്ലാം. സ്വാമിയുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്നതായിരിക്കണം ശരീരവും സാരഥിയും കടിഞ്ഞാണും കുതിരകളും എല്ലാം തന്നെ. സ്വാമിക്ക് വേണ്ടിയിട്ടാണ് രഥം. രഥം സ്വാമിയുടെ ഭാരമാകരുത്. രഥത്തെ ചുമക്കാനുള്ള ആളല്ല സ്വാമി, സ്വാമിയെ ചുമക്കാനുള്ളതാണ് രഥം. സ്വാമിയുടെ ഉപകാരത്തിനുള്ളതാണ് രഥം, സ്വാമിയെ തിന്നാനുള്ളതല്ല രഥം. അല്ലേ? ചില ആളുകളൊക്കെ സ്വന്തം യാത്രയ്ക്ക് ആവശ്യത്തിനായിട്ട് ഒരു കാറ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അത് അവനവൻ്റെ കപ്പാസിറ്റിയിലും കൂടിയ കുറേ കടമെടുത്തിട്ടൊരു കാറ് വാങ്ങിച്ചു. ആ കാറാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓടിക്കാനും അറിയാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടിക്കുന്നുണ്ട്, റിപ്പയർ വരുന്നുണ്ട്. പെട്രോൾ ഇതാണെങ്കിൽ മൈലേജ് വളരെ മോശം. അങ്ങനെ എല്ലാ തരത്തിലും തലവേദനയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാറാണെങ്കിൽ ഈ കടം വീട്ടാനും നിവൃത്തിയില്ല, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നിവൃത്തിയില്ല, അതിൽ പെട്രോൾ അടിക്കാനും നിവൃത്തിയില്ല, ഒരു ഡ്രൈവറെ വെക്കാനും നിവൃത്തിയില്ല. അങ്ങനെ അവസാനം ഈ കാറ് കടം വാങ്ങിച്ച ആൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാരണം ആ കാർ അയാളെ തിന്നും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ചുറ്റും നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നമ്മുടെ അടുത്ത വീടുകളിലൊക്കെ തന്നെ കാണാം. പൊങ്ങച്ചത്തിന് വേണ്ടി ഓരോന്ന് വാങ്ങിച്ചു കൂട്ടിയിട്ട് അവസാനം അത് അവരെ തന്നെ തിന്നുന്നത്. തിന്നുക എന്ന് പറഞ്ഞാൽ അവരെ നശിപ്പിക്കുന്നത് എന്നർത്ഥം. അവരുടെ നാശത്തിന് കാരണമാകുന്നത്. അപ്പം അതുപോലെ നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ സ്ഥൂല ശരീരത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ, വിശപ്പ്, ദാഹം, ഇണചേരാനുള്ള താല്പര്യം, ഉറങ്ങാനുള്ള താല്പര്യം, സുഖിക്കാനുള്ള താല്പര്യം, ഇതൊക്കെ കൂടി ഇതിൻ്റെ അകത്തിരിക്കുന്ന ജീവനെ പെടാപ്പാടുപെടുത്തുകയാണ്, വേവിക്കുകയാണ്, വെന്തുരുകുകയാണ്. ഇവിടെ ബ്രഹ്മദേവന്റെ അവസ്ഥ അതാണ്. തൻ്റെ തന്നെ ശരീരത്തിൽ നിന്ന്, തൻ്റെ ഉപേക്ഷിക്കപ്പെട്ട ശരീരത്തിൽ നിന്നുണ്ടായ
യക്ഷരക്ഷസുകൾ ബ്രഹ്മദേവനെ തന്നെ തിന്നാൻ വരുന്നു എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്രതീകാത്മകമായിരിക്കുന്ന തത്വം ഇങ്ങനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പോൾ ശരീരത്തെ ജീവനുള്ള ഉപാധിയായിട്ട് ഉപയോഗിക്കണം, ഉപകരണമായി ഉപയോഗിക്കണം. അതല്ലെങ്കിൽ ആ ശരീരം നിങ്ങളെ തന്നെ തിന്നുകളയും. നിങ്ങൾ ശരീരത്താൽ തിന്നപ്പെടണോ അതോ ശരീരത്തെ നിങ്ങൾ ഉപയോഗിക്കണോ? വേണ്ടതുപോലെ ചിന്തിച്ചോളൂ, പ്രവർത്തിച്ചോളൂ. ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കണത്? എന്നെ തിന്നണ്ട, എന്നെ രക്ഷിക്കൂ. അല്ലേ? മാ ജക്ഷത രക്ഷ രക്ഷത യൂയം. നിങ്ങൾ എന്നെ രക്ഷിക്കുവിൻ, എന്നെ ഭക്ഷിക്കാതിരിക്കുവിൻ എന്ന് ബ്രഹ്മദേവൻ ഈ യക്ഷരക്ഷസുകളോട് പറഞ്ഞു ഭീതനായിട്ട്. അതാണ് ഇവിടുത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പം നിങ്ങൾ എൻ്റെ പ്രജകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ അധീനതയിലിരിക്കേണ്ടവരാണ്. അതിന് പകരം നിങ്ങൾ തന്നെ എന്നെ തിന്നാൻ വന്നാൽ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുന്നതായിട്ടുള്ള സംവിഘ്നനായിരിക്കുന്ന ആ ബ്രഹ്മദേവനെയാണ് കാണുന്നത്. ദേവസ്ഥാനാഹ സംവിഘ്നോ മാം ജക്ഷത രക്ഷത അഹോ മേ യക്ഷരക്ഷാംസി പ്രജായൂയം ബഭൂവിത. അപ്പോൾ കാര്യം ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ദേവതാ പ്രഭയായ ദിവ്യൻ പ്രമുഖതോ സൃജത് തേ അഹാരശുർദേവയന്തോ വിസൃഷ്ടാം താം പ്രഭാം അഹ. ആ കഥ കഴിഞ്ഞു. തൻ്റെ തമോമയമായ ശരീരത്തെ ഉപേക്ഷിച്ചത് രാത്രിയായി. യക്ഷരക്ഷസുകളുണ്ടായി. അവർ ബ്രഹ്മദേവനെ തന്നെ വിശന്നുകൊണ്ട് തിന്നാൻ വന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ആർത്തി, അവരുടെ കൊതി വർദ്ധിച്ചു വന്ന് ബ്രഹ്മദേവനെ തന്നെ തിന്നാൻ വന്നു. ബ്രഹ്മദേവൻ പേടിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ മക്കളാണ്, നിങ്ങൾ എന്നെ രക്ഷിക്കണം, നിങ്ങൾ എന്നെ തിന്നരുത് എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ കഥ. കഥയിൽ നിന്ന് കാര്യം ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുക. നാരായണ. തുടർന്ന് ദേവതാ പ്രഭയായ ദിവ്യൻ പ്രമുഖതോ സൃജത് തേ അഹാരശുർദേവയന്തോ വിസൃഷ്ടാം താം പ്രഭാം അഹഹ. ഇതിൻ്റെ മറിച്ച് ഉള്ളൊരു സൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്. മറ്റത് ഛായയിൽ നിന്നാണ് യക്ഷരക്ഷസുകൾ ഉണ്ടായത് എന്ന് പറഞ്ഞു. ഇനി ബ്രഹ്മദേവന്റെ പ്രഭയിൽ നിന്ന്, അതാണ് പ്രഭയാ, തൻ്റെ പ്രഭ കൊണ്ട്. ഇവിടെ പ്രഭ എന്ന് പറഞ്ഞാൽ സത്വഗുണമാണ് പ്രഭ. ഛായ എന്ന് പറഞ്ഞാൽ തമോ ഗുണമാണെന്ന് പറഞ്ഞപ്പോൾ പ്രഭ എന്ന് പറഞ്ഞാൽ സത്വഗുണമാണ്. അപ്പൊ തൻ്റെ പ്രഭയാ ദിവ്യന് യായാഹ ദേവതാഹ പ്രമുഖതഃ അസൃജത്. തൻ്റെ സാത്വികമായ പ്രഭ കൊണ്ട് ദിവ്യൻ പ്രകാശിക്കുന്നവനായ ബ്രഹ്മദേവൻ യാഹ ദേവതാഹ ഏതേത് ദേവതകളെ പ്രമുഖതഃ അസൃജത് പ്രാധാന്യേന സൃഷ്ടിച്ചുവോ, പ്രമുഖമായിട്ട് പ്രാധാന്യേന സൃഷ്ടിച്ചുവോ. അപ്പോൾ തൻ്റെ പ്രഭയിൽ നിന്ന് പ്രകാശിക്കുന്നവനായിട്ട് ഏതേത് ദേവതകളെ അദ്ദേഹം സൃഷ്ടിച്ചുവോ തേ ദേവയന്തഃ അവര് ക്രീഡിക്കുന്നവരായി. മറ്റവരെ പോലെ വിശപ്പും ദാഹവും അധികമുള്ളവരല്ല, അവർ ആനന്ദിക്കുന്നവരായി. ദേവയന്തഃ എന്ന് പറഞ്ഞാൽ ക്രീഡിക്കുന്നവരാണ്. ക്രീഡ എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. അപ്പോൾ ദേവയന്തഃ അല്ലെങ്കിൽ ദേവയന്തഃ ക്രീഡിക്കുന്നവരായിട്ട് വിസൃഷ്ടാഹ താം പ്രഭാം അഹഹ അഹാരശുഹു. ബ്രഹ്മദേവനാൽ വിസൃഷ്ടാം എന്ന് പറഞ്ഞാൽ വിസർജിക്കപ്പെട്ടത്, ഉപേക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ബ്രഹ്മദേവൻ തൻ്റെ പ്രഭാമയമായ ശരീരത്തെയും ഉപേക്ഷിച്ചു. ആ താം പ്രഭാം, ആ പ്രഭയെ
ബ്രഹ്മദേവനാൽ ഉപേക്ഷിക്കപ്പെട്ട പ്രഭയെ അഹഹ അഹാരശുഹു, അഹസ്സായിട്ട്, അഹസ് പകലാണ്, പകലായിട്ട് ഗ്രഹിച്ചു എന്നാണ്. അപ്പോൾ മറ്റേ യക്ഷരക്ഷസുകൾ രാത്രിയിൽ നിന്ന് ഉണ്ടായി, ദേവന്മാർ പകലിൽ നിന്ന് ഉണ്ടായി. അതാണ് ദേവന്മാർക്ക് പകലാണ് പ്രാധാന്യം, ഈ യക്ഷരക്ഷസുകൾക്ക് രാത്രിയിലാണ് പ്രാധാന്യം. അവർ തമോ ഗുണത്തിൽ നിന്ന് ഉണ്ടായവരാണ്. ഇവിടെ സത്വഗുണത്തിൽ നിന്നുണ്ടായ ദേവന്മാര് പകൽ സമയത്തെ അല്ലെങ്കിൽ ബ്രഹ്മദേവന്റെ ആ സത്വഗുണത്തെ പകലായി സ്വീകരിച്ചു എന്ന് അർത്ഥം. തുടർന്ന് ദേവോ അദേവാൻ ജഗനദഃ സൃജതി സ്മ അതിലോലുപാൻ തയേനം ലോലുപതയാ മൈഥുനായാഭിപേദിരേ. ആ ദേവ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മദേവൻ തന്നെയാണ്. അദേവാൻ ജഗനദഃ സൃജതി സ്മ. അദേവാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവന്മാരല്ലാത്തവരെ എന്ന് പറഞ്ഞാലോ അസുരന്മാരെ എന്ന അർത്ഥത്തിലാണ്. അവരെങ്ങനെയുള്ളവര്? അതിലോലുപാൻ എന്ന് പറയുന്നുണ്ട്. അതിലോലുപന്മാരായ വിഷയാസക്തന്മാരായിട്ടുള്ള അദേവാൻ അസുരന്മാരെ ജഗനദഃ സൃജതിസ്മ. ജഗനം എന്ന് പറഞ്ഞാൽ അരക്കെട്ടാണ്. അരക്കെട്ട് പ്രത്യുൽപാദനേന്ദ്രിയത്തിന്റെ സ്ഥാനമാണ്, അല്ലേ? അപ്പൊ പ്രത്യുൽപാദനേന്ദ്രിയത്തിന് പ്രാധാന്യമുള്ള ആളുകളാണ് അസുരന്മാര്. അസുര സ്വഭാവം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിന് പ്രാധാന്യമേറിയവർ, പ്രത്യുൽപാദനേന്ദ്രിയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവർ. മറ്റവർക്ക് വിശപ്പും ദാഹവുമാണ് പ്രധാനം. ആർക്ക്? യക്ഷരക്ഷസുകൾക്ക് ഭക്ഷണാദികളാണ് കൂടുതൽ താല്പര്യമെങ്കിൽ ഇവിടെ പ്രത്യുൽപാദനം അല്ലെങ്കിൽ കാമം, വിഷയലമ്പടത്വം, ഇതൊക്കെയാണ് അസുരന്മാരുടെ പ്രാധാന്യം. അപ്പോ ജഗനദഃ സൃജതിസ്മ, ഈ അസുരന്മാരെ ബ്രഹ്മദേവൻ തന്റെ ജഗനപ്രദേശത്തിൽ നിന്ന്, അരക്കെട്ടിൽ നിന്ന് സൃഷ്ടിച്ചു. ലോലുപതയ മൈഥുനായ ഏനം അഭിപേദിരെ. തമാശ തോന്നും. ലോലുപതയ, അതിലോലുപതയ, വിഷയലോലുപതയ മൈഥുനായ, മൈഥുനത്തിനായിക്കൊണ്ട്, സംഘത്തിനായിക്കൊണ്ട്, ഏനം അഭിപേദിരെ, ബ്രഹ്മദേവനെ തന്നെ പ്രാപിക്കുകയാണ്, പാഞ്ഞു വരികയാണ്. ബ്രഹ്മദേവനെ തന്നെ പിടിച്ച് മൈഥുനത്തിനായിക്കൊണ്ട്, ആക്രമിക്കാനായിക്കൊണ്ട് ഈ അസുരന്മാർ വരുന്നു. ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാൽ വിഡ്ഢികളായി പോകും. ബ്രഹ്മദേവന്റെ അരക്കെട്ടിൽ നിന്നുണ്ടായ അസുരന്മാർ ബ്രഹ്മദേവനെ തന്നെ ഭോഗിക്കാനായിക്കൊണ്ട് പാഞ്ഞു ചെന്നു. അപ്പോൾ എന്താ പറയുക, ഹോമോസെക്ഷൽസ് ആണോ എന്നൊക്കെ ചോദിച്ചു പോകും, അല്ലേ? ബ്രഹ്മദേവനെ തന്നെ ഭോഗിക്കാനായിക്കൊണ്ട് ചെന്നു എന്ന് പറഞ്ഞാൽ ഇതും താത്വികമായിട്ട്, പ്രതീകാത്മകമായിട്ട് തന്നെ എടുക്കണം. എന്ന് വെച്ചാൽ ആ ജഗനത്തിൽ നിന്നുണ്ടായവർ, ജഗനത്തിന് പ്രാധാന്യമേറിയവർ ആ ജഗന വിഷയം കൊണ്ട് ഈ ജീവനെ തപിപ്പിക്കുന്നു എന്നർത്ഥം. ജഗന വിഷയത്തിലുള്ള ആസക്തി കൊണ്ട്, പ്രത്യുൽപാദന തൽപരത കൊണ്ട്, മൈഥുന താല്പര്യം കൊണ്ട് ഈ അകത്തിരിക്കുന്നതായിട്ടുള്ള ജീവനെ പെടാപാടുപെടുത്തുന്നു, ജീവനെ ഭക്ഷിക്കുന്നു, ജീവനെ ഭോഗിക്കുന്നു, ജീവനെ ഉപഭോഗം ചെയ്യുന്നു. എന്നുവെച്ചാൽ ജീവിതം ഭോഗത്തിനുള്ളതാണ്, മൈഥുന്യ പ്രവൃത്തിക്കുള്ളതാണ് എന്ന് കരുതുന്നതിനെയാണ് ഇവിടെ പ്രതീകാത്മകമായിട്ട് ഇങ്ങനെ പറഞ്ഞ് ബ്രഹ്മദേവനെ തന്നെ മൈഥുനത്തിനായി കൊണ്ട് സമീപിച്ചു. ചിന്തിക്കുക. ദേവോ അദേവാൻ ജഗനദഃ സൃജതി സ്മാതി ലോലുപാൻ തയേനം ലോലുപതയാ മൈഥുനായ അഭിപേദിരേ. അതെ, നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ പലതും ഇങ്ങനെ വ്യംഗ്യമായിട്ടാണ് പറയുക, പരോക്ഷമായിട്ടാണ് പറയുക, നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണത്. ഒരിക്കലും മറന്നു പോകാതിരിക്കാനും. ഇങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുത്താൽ പിന്നെ ഒരിക്കലും ഇത് നമുക്ക് മറന്നു പോകില്ല. മാത്രമല്ല തലമുറകളായിട്ടത് നിലനിൽക്കുകയും ചെയ്യും. കാര്യം സിമ്പിളായിട്ട് പറഞ്ഞു പോയാൽ പെട്ടെന്ന് ഉപേക്ഷിക്കും ആളുകൾ, നിസ്സാരമായിട്ടുള്ള കാര്യം, അതിനൊരു പ്രാധാന്യവും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇങ്ങനെയുള്ള ഭാഷയൊക്കെ ഉപയോഗിച്ചാലാണ് ഇതിന് ഒരു വെയിറ്റേജ് ഉള്ളത്, ഗൗരവമുള്ളത്, ചിന്തിക്കാൻ വിഷയമുള്ളത്. അങ്ങനെ കാലാകാലങ്ങളായിട്ട് ഈ ഇതിഹാസ പുരാണങ്ങൾ
നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ കാവ്യഭാഷയ്ക്ക്, ഈ ചമൽക്കാര ഭാഷയ്ക്ക് ഉള്ളത്. സ്ട്രെയിറ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല, അതിൽ ഒരു രസം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തലയ്ക്കകത്തൊരു കഥാരൂപത്തിൽ കിടപ്പുണ്ട്. ബ്രഹ്മദേവന്റെ അരക്കെട്ടിൽ നിന്നുണ്ടായ അസുരന്മാര് ബ്രഹ്മദേവനെ തന്നെ മൈഥുനത്തിനായിക്കൊണ്ട് ആക്രമിക്കാനായിക്കൊണ്ട് പാഞ്ഞു ചെന്നു. ആ ഒരു ആശയം, കഥ നമ്മുടെ തലയ്ക്കകത്ത് കിടപ്പുണ്ട്. പക്ഷെ ബുദ്ധിയുള്ളവനാണെങ്കിൽ അതിനെ ചിന്തിച്ച് അതിൻ്റെ തത്വം എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യും. കാലാകാലങ്ങളായിട്ട് സംഭവം അവിടെ കിടക്കുകയും ചെയ്യും. അപ്പൊ ഈ ജഗനം എന്നുള്ളത് തമോ ഗുണം അല്ല, രജോ ഗുണമാണ്. മറ്റത് യക്ഷരക്ഷസുകളെ രാത്രി എന്നൊക്കെ പറഞ്ഞത് തമോ ഗുണമായിരുന്നുവെങ്കിൽ, പ്രഭയിൽ നിന്ന് ദേവന്മാരുണ്ടായി എന്ന് പറഞ്ഞത് സത്വഗുണമായിരുന്നുവെങ്കിൽ, ഈ ജഗനത്തിൽ നിന്നുണ്ടായ അസുരന്മാര് രജോ ഗുണ പ്രധാനികളാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ രജോ ഗുണ സൃഷ്ടിയാണ് ഈ സൃഷ്ടി. ആസക്തന്മാരായിരിക്കുന്ന അസുരന്മാരെ സൃഷ്ടിച്ചു. തദോഹസൻ സ ഭഗവാൻ അസുരൈർനിരഭത്രഭൈഃ അന്വീയമാനസ്തരസ ക്രുദ്ധോ ഭീതഃ പരാപതത്. ഇവരുടെ ഈ വരവ് കണ്ടിട്ട് ബ്രഹ്മദേവന് തന്നെ ചിരി വന്നു എന്നാ പറയുന്നത് ഇവിടെ. തതഃ സഹ ഭഗവാൻ ഹസൻ, ആ ഭഗവാൻ സർവജ്ഞനായ ബ്രഹ്മദേവൻ ഹസൻ ചിരിച്ചുകൊണ്ട് നിരപത്രഭൈഃ അസുരൈഃ തരസാ അന്വീയമാനഃ ക്രുദ്ധഃ ഭീതഃ പരാപതത്. നിരപത്രഭൈഃ അസുരൈഃ, ലജ്ജയില്ലാത്തവർ. ത്രപ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. അപത്രപന്മാര് ലജ്ജ ഇല്ലാത്തവര്, നിരപത്രപന്മാര് നിശേഷേണ ലജ്ജയില്ലാത്തവര്, നാണമൊട്ടുമില്ലാത്തവരായ അസുരന്മാരാൽ തരസ അന്വീയമാനഃ, തരസ വേഗത്തിൽ, അന്വീയമാനഃ പിന്നാലെ ഓടിക്കുന്നവനായിട്ട്, അനുഗമിക്കുന്നവനായിട്ട്, തൻ്റെ പുറകെ വരികയാണ്. അവര് വിടുന്നില്ല. ആദ്യം ദൂരത്തുനിന്ന് കണ്ടപ്പോൾ ചിരിയാണ് വന്നവരുടെ വരവ് കണ്ടപ്പോൾ അടുത്തെത്തി അവർ പുറകെ തന്നെ വരികയാണ് ബ്രഹ്മദേവന്റെ പിന്നാലെ. അപ്പൊ തരസ അന്വീയമാനഃ ക്രുദ്ധഃ, അദ്ദേഹത്തിന് ആദ്യം ക്രോധം വന്നു. പിന്നെ ക്രോധം കൊണ്ട് മാറി നിൽക്കിൻ, പോയിൻ എന്നൊക്കെ പറഞ്ഞൊക്കെ നോക്കി, രക്ഷയില്ല. അവർ പിന്നെയും പുറകെ വരണം. അപ്പൊ ഭീതഃ, ഭയപ്പെട്ടവനായി, അയ്യോ രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാപതത്, ഓടി, സ്ഥലം വിട്ടു ആള്. അവരോട് ക്രോധിച്ചിട്ടൊന്നും കാര്യമില്ല, അവരെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, ഒരു തരത്തിലും ഒരടവും അവരെടുത്ത് വലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ബ്രഹ്മദേവൻ അവസാനം ഭീതനായിട്ട് പാഞ്ഞു ഓടി. പരാപതത് എന്നാ പറയുന്നത്. തതോ ഹസൻ സ ഭഗവാൻ അസുരൈർനിരഭത്രഭൈഃ അന്വീയമാനസ്തരസാ ക്രുദ്ധോ ഭീതഃ പരാപതത്. അല്ലേ? മറ്റുള്ളവരുടെ പല ചേഷ്ടകളും കാണുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാവുന്നത് ഹാസമാണ്, പിന്നെ ഉണ്ടാകുന്നത് ക്രോധമാണ്, പിന്നെ അവർ നമ്മുടെ നേരെ വരുമ്പോഴാണ് ഭയം ഉണ്ടാവുക. നമുക്ക് നമ്മുടെ അടുത്തെത്തി എന്ന് ഉറപ്പാകുമ്പോഴാണ് ഭയം ഉണ്ടാവുക. അങ്ങനെതാ ഭയപ്പെട്ടുകൊണ്ട് ഓടി. പിന്നെയോ സൗപവ്രജ്യവരദം പ്രപന്നാർത്തിഹരം ഹരിം അനുഗ്രഹായ ഭക്താനാം അനുരൂപാത്മദർശനം പാഹി മാം പരമാത്മൻ തേ പ്രേഷണേന അസൃജം പ്രജാഃ തായിമായ ബിദും പാപ ഉപാക്രാമന്തി മാ പ്രഭോ ത്വമേക കില ലോകാനാം ക്ലിഷ്ടാനാം ക്ലേശനാശനഃ ത്വമേക ക്ലേശതസ്തേഷാം അനാസന്നപദാം തവ. ഇത് 3 ശ്ലോകങ്ങള് ഒന്നിച്ചൊരാശയമാണ്. എന്താണ്? സഹ ഉപവ്രജ്യ വരദം പ്രപന്നാർത്തിഹരം ഹരിം. ഈ അസുരന്മാര് പുറകെ തന്നെ വന്നപ്പോൾ നിവൃത്തി കേടുകൊണ്ട് സഹ, ആ ബ്രഹ്മദേവൻ, പ്രപന്നാർത്തിഹരം ഹരിം വരദം ഭക്താനാം അനുഗ്രഹായ അനുരൂപ ആത്മദർശനം, ആ ഹരിം ഉപവ്രജ്യ, ശ്ലോകം കഴിയുന്നില്ല, ഉപവ്രജ്യ എന്ന് പറയായിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ പ്രപന്നാർത്തിഹരം, തന്നെ ശരണം പ്രാപിക്കുന്നവരുടെ ആർത്തിയെ, ദുഃഖങ്ങളെ ഹരിക്കുന്നവനും വരദം, ആവശ്യമായ വരങ്ങളെ നൽകുന്നവനുമായ ഭക്താനാം അനുഗ്രഹായ അനുരൂപ ആത്മദർശനം,
ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിന് അനുരൂപമായ സ്വരൂപത്തെ ദർശിപ്പിക്കുന്നവനുമായ ആ ഹരിം ഉപവ്രജ്യ ഭഗവാനെ സമീപിച്ചിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ബ്രഹ്മദേവൻ അഭയത്തിനായിക്കൊണ്ട്. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, പാഹി മാം പരമാത്മൻ, ഹേ പരമാത്മൻ മാം പാഹി. അല്ലയോ എല്ലാവരുടെയും ആത്മസ്വരൂപനായിരിക്കുന്ന പരമാത്മാവേ, മാം പാഹി, എന്നെ രക്ഷിച്ചാലും. തേ പ്രേഷണേന പ്രജാഹ അസൃജം, അങ്ങയുടെ പ്രേഷണം കൊണ്ട്, കടാക്ഷം കൊണ്ട്, അങ്ങ് അനുഗ്രഹിച്ചതുകൊണ്ട് ഞാൻ പ്രജകളെ സൃഷ്ടിച്ചു. എന്നാൽ ആവും പോലെയുള്ള സൃഷ്ടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹേ പ്രഭോ, താഹ പാപാഹ ഇമാഹ മാ യബിതും ഉപാക്രാമന്തി. താഹ പാപാഹ ഇമാഹ, ആ പാപന്മാരായിട്ടുള്ള ഇവര്, എന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പാപികള്, മാ യബിതും, മാം എന്നെ, യബിതും എന്നെ മൈഥുനത്തിനായിക്കൊണ്ട്, ഉപാക്രാമന്തി സമീപിക്കുന്നു, ആരംഭിക്കുന്നു, എൻ്റെ അടുത്തേക്ക് ഇതാ പാഞ്ഞു വരുന്നു. എന്നെ പിടിക്കാനും മൈഥുനത്തിനായിക്കൊണ്ടും എൻ്റെ അടുത്തേക്ക്, എൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നു. ത്വമേക കില ലോകാനാം ക്ലിഷ്ടാനാം ക്ലേശനാശനഃ, ത്വമേക ക്ലേശദസ്തേഷാം അനാസന്ന പദാം തവ. ക്ലിഷ്ടാനാം ലോകാനാം ക്ലേശനാശനഃ ത്വം ഏകഃ. ക്ലിഷ്ടന്മാരായ, ദുഃഖം അനുഭവിക്കുന്നവരായ ലോകങ്ങൾക്ക്, ജനങ്ങൾക്ക് എല്ലാവർക്കും ക്ലേശനാശനഃ ത്വം ഏകഃ. എല്ലാവരുടെയും ക്ലേശങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നവൻ അങ്ങൊരുവൻ മാത്രമാണ്. തവ അനാസന്ന പദാം തേഷാം ക്ലേശദഃ ത്വം ഏകഃ. തവ അങ്ങയുടെ അനാസന്ന പദം, അങ്ങയുടെ പദങ്ങളെ ആസന്നമാവാത്തവർക്ക്, എന്ന് വെച്ചാൽ അങ്ങയുടെ പാദങ്ങളെ സേവിക്കാത്തവർക്ക്, അങ്ങയെ ആശ്രയിക്കാത്തവർക്ക്, ക്ലേശദഃ തേഷാം ക്ലേശദഃ, അവർക്ക് ക്ലേശത്തെ നൽകുന്നവനും ത്വം ഏകഃ, അങ്ങ് ഒരുവൻ തന്നെയാകുന്നു. അപ്പൊ അങ്ങയെ ആശ്രയിക്കുന്ന, ക്ലേശിക്കുന്ന ജനങ്ങൾക്ക് അഭയം കൊടുക്കുന്നവനും അവരുടെ ക്ലേശത്തെ നശിപ്പിക്കുന്നവനും, അങ്ങയെ ആശ്രയിക്കാത്തവർക്ക് ക്ലേശത്തെ നൽകുന്നവനും അങ്ങ് തന്നെയാകുന്നു. അപ്പൊ ദുഃഖിക്കുന്നവരുടെ ദുഃഖത്തെ നീക്കിക്കൊടുക്കുന്നവനും ദുഷ്ടന്മാർക്ക് ദുഃഖത്തെ കൊടുക്കുന്നവനും അങ്ങ് തന്നെയാകുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചു, ഭഗവാനെ അഭയം പ്രാപിച്ചു, പ്രാർത്ഥിച്ചു. ആ സമയത്ത് സ്വവധാര്യാസ്യ കാർപ്പണ്യം വിവിക്ത അധ്യാത്മദർശനഃ വിമുഞ്ച ആത്മതനും ഘോരാം ഇത്യുക്തോ വിമുമോചഃ. സ്വ അവതാര്യ അസ്യ കാർപ്പണ്യം. സ്വ എന്ന് പറഞ്ഞാൽ ഇവിടെ സഹ ഭഗവാൻ വിഷ്ണു ഹരി. അസ്യ കാർപ്പണ്യം അവതാര്യ. അസ്യ എന്ന് പറഞ്ഞാൽ ഇവന്റെ ബ്രഹ്മദേവന്റെ കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ ദൈന്യഭാവം. ആ ദീനഭാവത്തെ അവതാര്യ മനസ്സിലാക്കിയിട്ട് വിവിക്ത അധ്യാത്മദർശന, നല്ല വ്യക്തമായിട്ട്, വിവിക്തമായിട്ട്, വിവിക്തം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട്, വിശേഷേണ വിഭജിച്ച് സ്പഷ്ടമായിട്ട് അധ്യാത്മദർശന, എല്ലാവരുടെയും ഹൃദയത്തെ കാണുന്നവൻ, അന്യന്റെ ആത്മാവിനെ ദർശിക്കുന്നവൻ, ചിത്തത്തെ അറിയുന്നവൻ എന്നൊക്കെ അർത്ഥമാണ്. ഘോരാം ആത്മതനും വിമുഞ്ചായിതി യുക്ത. ബ്രഹ്മദേവനോട് പറഞ്ഞു, ഘോരാം ആത്മതനും വിമുഞ്ച, നീ നിന്റെ ആ ഭയങ്കരമായ ശരീരത്തെ ഉപേക്ഷിക്ക് എന്ന് പറഞ്ഞാൽ രജോ ഗുണപ്രധാനമായ ആ ശരീരത്തെ ഉപേക്ഷിക്ക്. കാരണം അതിൽ നിന്നാണ് ഈ അസുരന്മാരുണ്ടായത്, ഈ ഭോഗതൃഷ്ണ ഉണ്ടായത്, മൈഥുന തൃഷ്ണ ഉണ്ടായത് നിന്റെ ഈ ഘോരമായിട്ടുള്ള ഈ രജോ ഗുണപ്രധാനമായ ശരീരത്തിൽ നിന്നാണ്. അതുകൊണ്ട് ആ ശരീരത്തെ ഉപേക്ഷിക്കുക എന്ന് ബ്രഹ്മദേവനോട് ഭഗവാൻ ആജ്ഞാപിച്ചു. ഘോരാം ആത്മതനും വിമുഞ്ച, ഘോരമായ നിന്റെ രജോ ഗുണപ്രധാനമായിട്ടുള്ള ശരീരത്തെ മോചിപ്പിക്കൂ. ഇത് യുക്ത എന്ന് പറയപ്പെട്ട ബ്രഹ്മദേവൻ വിമുമോച, വിമുമോച ഹ, മോചിച്ചു, ഉടനെ തന്റെ ശരീരത്തെ ഉപേക്ഷിച്ചു. ആശ്ചര്യം, ആശ്ചര്യം. അപ്പൊ ബ്രഹ്മദേവൻ ഇപ്പൊ തന്റെ 3 ശരീരങ്ങളെ ഉപേക്ഷിച്ചു. താമസം, സാത്വികം, രാജസം. താമസത്തിൽ നിന്ന്
ദേവന്മാരും പകലും പ്രകാശവും, രാജസത്തിൽ നിന്ന് അസുരന്മാരും ഭോഗതൃഷ്ണയും അഥവാ മൈഥുന തൃഷ്ണയും ഉണ്ടായി. മൂന്നിനെയും ബ്രഹ്മദേവൻ ഉപേക്ഷിച്ചു. ഇവിടെ അവസാനത്തത് ഭഗവാൻ പറഞ്ഞിട്ടാണ് ഉപേക്ഷിച്ചത് എന്ന് മാത്രം. ഇതെന്തോ അല്ലേ, സൂചനകളാണ്, നമുക്കുള്ള സൂചനകളാണ്. നിങ്ങളും ഒക്കെ ഉപേക്ഷിക്കുന്നെന്ന് പറയുകയാണ്. ഇവിടെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ താദാത്മ്യത്തെ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. അല്ല ശരീരത്തെ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. സ്ഥൂല ശരീരം, തമോ ഗുണപ്രധാനമായ സ്ഥൂല ശരീരത്തെ നമുക്ക് അറുത്ത് മുറിച്ച് വലിച്ചെറിയാനോ, രജോ ഗുണപ്രധാനമായ സൂക്ഷ്മ ശരീരത്തെ മുറിച്ചെറിയാനോ, തമോ ഗുണപ്രധാനമായിട്ടുള്ള കാരണ ശരീരത്തെ നശിപ്പിക്കാനോ, അല്ലെങ്കിൽ സത്വഗുണപ്രധാനമായിട്ടുള്ള അന്ധക്കരണത്തെ അല്ലെങ്കിൽ ബുദ്ധിയെ നശിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല. അപ്പോൾ അതുമായിട്ടുള്ള താദാത്മ്യത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതിനെയാണ് ഇവിടെ ഈ കഥയിൽ നിന്ന് നമ്മളും പഠിക്കേണ്ടത്. ബ്രഹ്മദേവൻ അങ്ങനെ മൂന്നിലുള്ള താദാത്മ്യത്തെ ഉപേക്ഷിച്ചു. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ അല്ലെങ്കിൽ തമോ ഗുണ രജോ ഗുണ സത്വഗുണ പ്രധാനമായിട്ടുള്ള ശരീരങ്ങളിലുള്ള താദാത്മ്യത്തെ ഉപേക്ഷിച്ച് ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഇതൊന്നും എൻ്റേതല്ല എന്നുള്ള ഒരു അവസ്ഥ ബ്രഹ്മദേവൻ പ്രാപിച്ചു എന്നർത്ഥം. കർത്തൃത്വവും കർമ്മങ്ങളുമില്ലാത്ത, കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത കൃഷ്ണകർമ്മകൃത്. ഈ തെറ്റായ അഭിമാനമാണ് നമ്മുടെ സംസാര കാരണം. ആ അഭിമാനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് താദാത്മ്യമില്ലാതെ ഇവിടെ എന്ത് നടക്കുന്നതും ഈശ്വര നിശ്ചയമായി കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ആ ഒരു ഉയർന്ന നിലയിലേക്ക് നമ്മൾ എത്തണം, ഗുണാതീതരാവണം. സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്ന മൂന്ന് ഗുണങ്ങൾക്കും അതീതരായി ഭവിക്കണം. ഇതാണ് ഇതിൽ നിന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു തത്വം. ബ്രഹ്മദേവൻ തൻ്റെ മൂന്ന് ശരീരങ്ങളെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ ആകെയുള്ളത് സൂക്ഷ്മ ശരീരം തന്നെയാണ്. സമഷ്ടി സൂക്ഷ്മ ശരീര അഭിമാനിയാണ് ഹിരണ്യഗർഭൻ എന്ന ബ്രഹ്മദേവൻ. സ്ഥൂല ശരീരം വിരാട്ടാണ്, കാരണശരീരം ഈശ്വരനാണ്. അപ്പോൾ ഈ മൂന്ന് അഭിമാനങ്ങളെയും വെടിയുക എന്നുള്ളതാണ് ഇവിടെ താല്പര്യം. മൂന്ന് അഭിമാനങ്ങളെയും ഉപേക്ഷിക്കുക. സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും കാരണശരീരത്തിലും സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും താദാത്മ്യമില്ലാതെ അഭിമാനമില്ലാതെ ഇവിടെ നടക്കുന്നതെല്ലാം ഈശ്വരൻ്റെ അല്ലെങ്കിൽ ആ സമഷ്ടി ചൈതന്യത്തിൻ്റെ ബ്രഹ്മത്തിൻ്റെ ഇച്ഛ. ഇവിടെ ഈ എന്താ പറയുക, ബ്രഹ്മമാകുന്ന സാഗരത്തിൽ മായയാകുന്ന കാറ്റടിക്കുമ്പോൾ അനേക രൂപത്തിലുള്ള തരംഗങ്ങൾ, കോളിളക്കങ്ങൾ, സുനാമികൾ ഒക്കെ ഉണ്ടായി വരുന്നു. വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ സംഭവിക്കുന്നു. അതൊക്കെ സംഭവിക്കുമ്പോഴും ആ സാഗരത്തിലെ ജലത്തിന് യാതൊരു കുലുക്കവുമില്ല. അതെന്നും ജലമായിരിക്കുന്നു. കര കവിഞ്ഞാലും താഴേക്ക് പോയാലും സുനാമി ആയാലും ഡിപ്രഷനായാലും ഒന്നും ആ സമുദ്രത്തിലെ ജലത്തിന് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല. ആ ജലമായി ഇരിക്കുക, ആ ബ്രഹ്മമായി ഇരിക്കുക. ഇതാണ് സൂക്ഷ്മമായി ചിന്തിച്ച് ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള ഒരു തത്വജ്ഞാനം. അപ്പോൾ സോവധാര്യാസ്യ കാർപ്പണ്യം വിവിക്ത അധ്യാത്മദർശന വിമുഞ്ച ആത്മതനും ഘോരാം ഇത്യുക്തോ വിമുമോച.
താം ക്വണച്ചരണാംഭോജാം മദവിഹ്വലലോചനാം കാഞ്ചീകലാപവിലസദ്ദുകൂലച്ഛന്നരോദസം അന്യോന്യാശ്ലേഷയോത്തുംഗ നിരന്തരപയോധരാം സുനാസാം സുദ്ദിജാം സ്നിഗ്ധഹാസലീലാവലോകനാം ഗൂഹന്തീം വ്രീഡയാത്മാനം നീലാളകവരോധിനീം ഉപലഭ്യാസുരാധർമ്മ സർവേ സമ്മുഹുസ്ത്രിയം. ഈ 3 ശ്ലോകങ്ങളെ കൊണ്ട് സന്ധ്യയെ വർണ്ണിക്കുകയാണ്. എന്ന് വെച്ചാൽ തമോ ഗുണത്തിൽ നിന്ന് രാത്രിയുണ്ടായി, സത്വഗുണത്തിൽ നിന്ന് പകലുണ്ടായി, പ്രഭയുണ്ടായി. അപ്പൊ പിന്നെ രജോ ഗുണത്തിൽ നിന്ന് എന്താ ഉണ്ടാവുക? ഇതിന്റെ രണ്ടിൻ്റെയും നടുവിലുള്ള സന്ധ്യ ഉണ്ടാവുക. ആ സന്ധ്യയെ ഒരു സ്ത്രീയായിട്ട് വർണ്ണിച്ച് ആ സന്ധ്യയുടെ പുറകെ പോവുകയാണ് ആര്? അസുരന്മാര്. അസുരന്മാർക്കുള്ളതാണ് സന്ധ്യ. യക്ഷരക്ഷസുകൾക്ക് രാത്രിയും ദേവന്മാർക്ക് പകലും അസുരന്മാർക്ക് സന്ധ്യയും. അവർ സന്ധ്യയുടെ പുറകെ പോയി. അതാണ് ഇവിടെ സന്ധ്യാവർണ്ണനയാണ്. സന്ധ്യയുടെ പുറകെ അസുരന്മാർ പോകുന്നതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആ താം കൊണച്ചരണാംബോജാം, കൊണിക്കുക എന്ന് പറഞ്ഞാൽ കിലുങ്ങുക. ചരണാംബോജം പാദകമലം. അവരുടെ പാദത്തിൽ ചിലങ്കകൾ ഉള്ളതുകൊണ്ട് അത് ചിലമ്പ് കിലുങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ താമര പോലെയുള്ള ആ പാദം എന്താ പറയുക, പാദസരങ്ങളുടെ മൃദു ശബ്ദത്തോടുകൂടിയും മദവിഹ്വലലോചനാം, മതം മദ്യപാനാദികൾ ചെയ്ത് മതം കൊണ്ട് ചലിക്കുന്ന കണ്ണോടുകൂടിയവളായിട്ട്, അലസങ്ങളായ കണ്ണുകളോടുകൂടിയവളായിട്ട്, കറങ്ങുന്ന കണ്ണോടുകൂടിയവളായിട്ട് എന്നൊക്കെ അർത്ഥം. കാഞ്ചി കലാപ വിലസത് ദുകൂല ഛന്ന രോദസം. രോദസം എന്ന് പറഞ്ഞാൽ അരക്കെട്ട്. അരക്കെട്ട് ദുകൂല ഛന്നം, പട്ടുവസ്ത്രം കൊണ്ട് മൂടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കാഞ്ചി കലാപം വിലസിക്കുന്നുണ്ട്. കാഞ്ചി എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം. അരഞ്ഞാണമാകുന്ന കലാപം എന്ന് പറഞ്ഞാൽ ആഭരണം. അരഞ്ഞാണമാകുന്ന ആഭരണം വിലസുന്ന പട്ടുവസ്ത്രം കൊണ്ട് അരക്കെട്ട് മറച്ചിട്ടുണ്ട്. അതാണ് കാഞ്ചി കലാപ വിലസത് ദുകൂല ഛന്ന രോദസം. അങ്ങനെയുള്ളവളും അന്യോന്യ ആശ്ലേഷയ ഉത്തുംഗ പയോധരാം, ഉത്തുംഗ നിരന്തര പയോധരാം. അന്യോന്യ ആശ്ലേഷയ, പരസ്പരം ആശ്ലേഷിക്കുന്ന, ഇടതൂർന്ന് ചേർന്നിരിക്കുന്നതും ഉത്തുംഗമായിരിക്കുന്നത്, ഉയർന്നു നിൽക്കുന്നതുമായിരിക്കുന്ന നിരന്തര പയോധരാം. നിരന്തരം എന്ന് പറഞ്ഞാൽ അന്തരമില്ലാത്തത്, ഇടയില്ലാത്തത്, പരസ്പരം ചേർന്നിരിക്കുന്ന പയോധരങ്ങൾ, സ്തനങ്ങൾ, വലിയ സ്തനങ്ങളോട് കൂടിയതും സുനാസാം, നല്ല മൂക്കോട് കൂടിയതും സുദ്വിജാം, ദ്വിജം എന്നാൽ പല്ലാണ്, 2 പ്രാവശ്യം ഉണ്ടാകുന്നത് കൊണ്ട്. അപ്പൊ സുദ്വിജാം, നല്ല പല്ലുള്ളവളും സ്നിഗ്ധ ഹാസലീലാവലോകനാം, സ്നിഗ്ധം മൃദുവായത്, ഹാസം പുഞ്ചിരിയോടുകൂടിയത്, ലീല അവലോകനാം കളിയായ നോട്ടത്തോടു കൂടിയത്. അപ്പം മൃദുവായ മന്ദഹാസത്തോടുകൂടിയ കടാക്ഷത്തോടുകൂടിയവളും വ്രീഡയ ആത്മാനം ഗൂഹന്തീം. വ്രീഡ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. ലജ്ജ കൊണ്ട് ആത്മാനം തന്നെ ഗൂഹന്തീം, ഗൂഹനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറയ്ക്കുക. അപ്പൊ ലജ്ജ കൊണ്ട് ശരീരം മറയ്ക്കുന്നവളായിക്കൊണ്ടും, നേരെ നോക്കാതെ വസ്ത്രത്തെ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിക്കൊണ്ടോ ഒക്കെ തൻ്റെ ലജ്ജയെ പ്രകടിപ്പിക്കുന്നവളും ശരീരത്തെ മറയ്ക്കുന്നവളും. വ്രീഡയ ആത്മാനം ഗൂഹന്തീം നീലാളക വരൂധിനീം. നീലം കറുപ്പ്, അളകം തലമുടി, ആ കുറുനിരകളുടെ വരൂധം സമൂഹം. അപ്പൊ നീല അല്ലെങ്കിൽ കറുത്ത തലമുടിയുടെ കൂട്ടത്തോടു കൂടിയവളും താം സ്ത്രീയമുപലഭ്യ, ആ സ്ത്രീയെ, സന്ധ്യയാകുന്ന ആ സ്ത്രീയെ കണ്ടിട്ട് സർവേ അസുരാഹ സമ്മുമുഹു, അവിടെയുള്ള എല്ലാ അസുരന്മാരും സമ്മുമുഹു, സമ്യക്കായി മോഹിച്ചു. ഈ സന്ധ്യയെ സ്വന്തമാക്കാനായിക്കൊണ്ട് അസുരന്മാരെല്ലാവരും മോഹിച്ചു. ധർമ്മ എന്നിവിടെ വിതുരനെ മൈത്രേയൻ സംബോധന ചെയ്യുന്നതാണ് ധർമ്മ എന്ന്. കാരണം സാക്ഷാൽ യമധർമ്മന്റെ തന്നെ അവതാരമാണ് ഈ വിതുരൻ, ധർമ്മമൂർത്തിയുമാണ്. അപ്പൊ ധർമ്മരാജാവിന്റെ അവതാരവും ധർമ്മമൂർത്തിയുമായ ഹേ വിതുര, അസുരന്മാരെല്ലാവരും ഈ സന്ധ്യയെ കണ്ട് മോഹിച്ചു. അപ്പൊ രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന ആ സന്ധ്യ രജോ ഗുണമൂർത്തികളായ അസുരന്മാരെയും മോഹിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലും രജോ ഗുണം വർദ്ധിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? മോഹം ഉണ്ടാവുക.
തെറ്റിദ്ധാരണകൾ, ആഗ്രഹങ്ങൾ ഒക്കെ വർദ്ധിച്ചു വരുന്നത് നമ്മുടെ ഉള്ളിലെ രജോ ഗുണം വർദ്ധിക്കുമ്പോഴാണ്. അപ്പോൾ ആ സമഷ്ടി രജോ ഗുണത്തിനെയാണ് ഇവിടെ സന്ധ്യ എന്ന് പറഞ്ഞത്. അത് തന്നെ വെഷ്ടിയിൽ നമ്മുടെ ഉള്ളിലും സന്ധ്യയാവും. എങ്ങനെയാണ് സന്ധ്യയാവുന്നത്? ഇരുളും വെളിച്ചവും കലർന്ന അവസ്ഥയാണ് സന്ധ്യ. പൂർണ്ണമായിട്ട് വെളിച്ചമില്ല, പൂർണ്ണമായിട്ട് ഇരുട്ടുമില്ല, അല്ലേ? സന്ധ്യയ്ക്ക് മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? അബദ്ധം പറ്റുള്ളൂ. കയറിനെ പാമ്പായിട്ട് കാണുള്ളൂ. പകൽ വെളിച്ചത്തിൽ കയറിനെ പാമ്പായിട്ടൊന്നും ആരും കാണില്ല, രാത്രിയിലും കാണില്ല. കാരണം കാണുകയില്ലല്ലോ ഒന്നും. രാത്രിയിൽ കയറേ കാണില്ല, പിന്നെയാണോ കയറിൽ പാമ്പ് കാണുന്നത്? പകൽ കയറ് വ്യക്തമായി കാണുകയും ചെയ്യാം. അപ്പൊ പിന്നെ എപ്പോഴാണ് അബദ്ധം പറ്റുക? സന്ധ്യയ്ക്ക്. അപ്പൊ നമ്മുടെ ഉള്ളിലും സന്ധ്യയാകുമ്പോഴാണ്, എന്ന് പറഞ്ഞാൽ ജ്ഞാനം പൂർണ്ണമാവാതിരിക്കുമ്പോൾ അപൂർണമായ ജ്ഞാനം കൊണ്ടാണ്, അല്പജ്ഞാനം കൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ മോഹിതരായിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ സന്ധ്യയാണ് നമ്മുടെ മോഹങ്ങൾക്കെല്ലാം കാരണം. ഈ സന്ധ്യ രജോ ഗുണമാണ്. ഈ രജോ ഗുണത്തിനെയാണ് ഇവിടെ സന്ധ്യയായിട്ട് സമഷ്ടിയിൽ അവതരിപ്പിച്ചത്. സമഷ്ടിയിൽ സന്ധ്യയായും വെഷ്ടിയിൽ മോഹമായും ഈ രജോ ഗുണം പ്രകടമാകുന്നു എന്നർത്ഥം. അപ്പോ താം കൊണച്ചരണാംബോജാം മതവിഹ്വലലോചനാം കാഞ്ചീകലാപവിലസദ്ദുകൂലച്ഛന്നരോധസം അന്യോന്യാശ്ലേഷയോത്തുംഗ നിരന്തരഭയോദരാം സുനാസാം സുദ്വിജാം സ്നിഗ്ധ ഹാസലീലാവലോകനാം ഗൂഹന്തീം വ്രീഡയാത്മാനം നീലാളകവരോധിനീം ഉപലഭ്യ അസുരാധർമ്മ സർവേ സമ്മുഹുസ്ത്രിയം അഹോ രൂപം അഹോ ധൈര്യം അഹോ അസ്യാ നവം വയഃ മധ്യേ കാമയമാനാനാം അകാമേവ വിസർപ്പതി വിതർക്കയന്തോ ബഹുധാ താം സന്ധ്യാം പ്രമദാകൃതിം അഭിസംഭാവ്യ വിശ്രംഭാത് പര്യപൃച്ഛത് കുമേധസഃ കാസി കസ്യാസിരംഭോരു കോവാർത്തസ്തേത്ര ഭാമിനി രൂപദ്രവിണപണ്യേന ദുർഭഗാന്നോ വിവാദസേ യാവാ കാചിത്വമബലേ ദിഷ്ട്യാ സന്ദർശനം തവ ഉത്സുനോഷി ഈക്ഷമാണാനാം കന്ദുക ക്രീഡയാ മനഃ നൈകത്രതേ ജയതി ശാലിനി പാദപത്മം ഗ്രന്ഥ്യാ മുഹു കരതലേന പദത്പതംഗം മദ്യം വിഷീദതി ബൃഹത്സ്തനഭാരഭീതം ശാന്തേവ ദൃഷ്ടിരമല സുശിഖാ സമൂഹഃ ഇതി സായന്തനീം സന്ധ്യാം അസുരാ പ്രമദായതീം പ്രലോഭയന്തീം ജഗൃഹുഃ മത്വാ മൂഢധിയ സ്ത്രിയം. അപ്പൊ ആ സന്ധ്യയെ കണ്ട് മോഹിച്ച് സന്ധ്യയുടെ പുറകെ പോയിക്കൊണ്ട്, അല്ലേ, പൂവാലന്മാര് പെൺകുട്ടികളുടെ പുറകെ പോകും പോലെ, എന്തൊരു ഭംഗി, എന്തൊരു സൗന്ദര്യം, എന്തൊരു ധൈര്യം, എന്തൊരു യൗവനം, എങ്ങനെയൊക്കെ പ്രശംസിച്ചുകൊണ്ട് പുറകെ ചെന്ന് നീ ആരാണ്, ആരുടേതാണ് സുന്ദരി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ സന്ധ്യയെ വശത്താക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. കുറച്ച് കൂടുതൽ വാക്കുകളുണ്ട്. എൻ്റെ ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുന്നു. നാളെ കാണാം. നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് സന്ധ്യ വളർന്നു വരുന്നത് എന്നുള്ളതാണ് വിഷയം. എങ്ങനെയാ സന്ധ്യ വളരുക? ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇതാണ് സന്ധ്യയുടെ വളർച്ച. നമുക്ക് നാളെ കാണാം. ഓം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാളെ സാധാരണ സമയത്ത് തന്നെ കാണാം. 11 മണിക്ക് തന്നെ കാണാം. നാളെ വിശേഷിച്ചൊന്നുമില്ല. 3-ാം തീയതി. ഓക്കെ.
4-ാം തീയതി 5-ാം തീയതി എന്തൊക്കെയോ പരിപാടികളുണ്ട്, നോക്കിയിട്ട് പറയാം. അപ്പോൾ വൈകുന്നേരത്തേക്കാക്കാം. രാവിലെ തിരക്കാണെങ്കിൽ വൈകുന്നേരത്തേക്കാക്കാം. നോക്കട്ടെ. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും ശുഭദിനാശംസ. പത്മിനി നമ്പ്യാർക്ക് ഒരിക്കൽ കൂടി സപ്തതി ആശംസ.